മുഖം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീരാമകൃഷ്ണചരണോ മനസാ സ്മരാമി, ശ്രീരാമകൃഷ്ണചരണോ വചസാ ഗൃണാമി, ശ്രീരാമകൃഷ്ണചരണോ ശിരസാ നമാമി, ശ്രീരാമകൃഷ്ണചരണോ ശരണം പ്രപദ്യേ. ജനനീം ശാരദാം വന്ദേ രാമകൃഷ്ണപ്രിയാനുഗാം, സച്ചിത്സുഖസ്വരൂപാം താം ദേവകാര്യസമുദ്യതാം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്തപണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. സംപൂജ്യ ഭൂമാനന്ദ സ്വാമിജികൾക്കും ഈ സത്രത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാ സ്വാമിജിമാർക്കും മാതാജിമാർക്കും ഗുരുതുല്യരായ ഭക്തജനങ്ങൾക്കും സഹോദരീ സഹോദരന്മാർക്കും ആദ്യമായി എൻ്റെ പ്രണാമങ്ങൾ. സ്വാമിജി എന്നോടുള്ള പ്രത്യേക വാത്സല്യം കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഈ ഇത്രയും വലിയ മഹാസദസ്സിൻ്റെ മുമ്പിൽ എല്ലാ വർഷവും എഴുന്നള്ളിക്കുന്നത്. സ്വാമിജി പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ലാത്തത് കൊണ്ട്, ഒരു നല്ല അനുസരണയുള്ള കുട്ടിയായതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ വരികയാണ്. പണ്ഡിതശ്രേഷ്ഠന്മാരെല്ലാം അലങ്കരിച്ച ഈ വേദിയിൽ ഇരിക്കാൻ അർഹതയില്ല. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ പ്രവചനം തുടങ്ങുന്നതിന് മുമ്പ് പറയും, ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. തെറ്റുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ വന്ധ്യസദസ്സ് എനിക്ക് മാപ്പ് തരണം. വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല. ഇവിടെ നേരത്തെ കേട്ട മാതിരി കുറേ കാലം ഇങ്ങനെ മൈക്രോസ്കോപ്പിൽ കൂടി കൊച്ചു കൊച്ചു അണിപ്രാണികളെ നോക്കി അവരുടെ കർമ്മയോഗശേഷിയെ കണ്ടറിഞ്ഞ് ആസ്വദിച്ച് എനിക്കും ഒരു കർമ്മയോഗിയായിക്കൂടെ എന്നുള്ള ഒരു വിചാരം ഉള്ളിൽ കടന്നു. ആ വിചാരത്തിനെ പുഷ്ടിപ്പെടുത്താനായിട്ട് വിവേകാനന്ദ കേന്ദ്രത്തിൽ ചേർന്ന് അവിടെ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. സ്വാമിജിയുടെ ഗംഗാപ്രവാഹം കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെയും മസ്തിഷ്കത്തിനെയും എല്ലാം കുലുക്കി കുലുക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ അവിടെ സ്വാമിജിയുടെ തീർത്ഥം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് അതിൽ നിന്ന് കുറച്ച് തീർത്ഥം വീണ്ടും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒന്ന് അനുഭവിക്കാം. അത്രമാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. പിന്നെ ജ്ഞാന ഭക്തി കർമ്മങ്ങളെയൊക്കെയാണ് ഒന്നിച്ച് സമന്വയിപ്പിച്ചേക്കണത്. സ്വാമിജി ഓരോ പ്രാവശ്യവും എനിക്ക് കൂടുതൽ വിഷമമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരിക. ഓരോ വർഷത്തിലെയും തത്വസമീക്ഷയിൽ വന്ന് പ്രസംഗിക്കാൻ പറയുമ്പോൾ കൂടുതൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ മുമ്പിൽ വയ്ക്കും. അത് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കാണാൻ കഴിയുമോയെന്നറിയില്ല. എന്നാലും ശ്രമിക്കണം എന്നൊന്ന് തോന്നും. ഒരു നല്ല സ്റ്റുഡൻ്റായ കാരണം ഒന്നും എഴുതാതെ വിട്ടുപോകാൻ തോന്നാറില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കുറച്ച് മാർക്ക് മേടിക്കണം എന്ന് എപ്പോഴും തോന്നും. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 9 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഭാഗവതത്തിൻ്റെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെയും താണ്ടി പോന്നു കഴിഞ്ഞു. ഇന്ന് 20ാമത്തെ ഏകാദശ സ്കന്ധത്തിൻ്റെ ഏകദേശം 20ാം അധ്യായത്തിലാണ്. ഈ 3നെയും കൂടിയിട്ട് വീണ്ടും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഉദ്ധവരെ കൂടുതൽ പ്രബുദ്ധനാക്കുന്നത്. വാസ്തവം പറയുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടി നമ്മൾ ഒരു വിഹക വീക്ഷണം നടത്തുമ്പോൾ നമുക്ക് തോന്നും, ഈ ഭാഗവതത്തിലായാലും നമ്മുടെ ഉപനിഷത്തിലായാലും വേദങ്ങളിലായാലും
വാസ്തവത്തിൽ പറയുന്നത് ഒന്നേ ഉള്ളൂ, ഏകം സത്. ആ ഒരൊറ്റ സത്യമേ ഉള്ളൂ. ആ സത്യത്തിനെ നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ളതെല്ലാം ആ സത്യത്തിൻ്റെ ഓരോ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷേ സത്യമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യജീവിതം നമ്മൾ അതിൽ നിന്നും അന്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് അതുമായിട്ട് നമുക്ക് ബന്ധമില്ല. സ്വാമിജി നേരത്തെ ചൂണ്ടിക്കാണിച്ച മാതിരി ക്ഷേത്രങ്ങളിലും സ്തോത്രങ്ങളിലും ഒക്കെ അടങ്ങിയിരിക്കുകയാണ് ആ സത്യമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളുടേതായ ജീവിത രീതി ഒട്ടും മാറ്റാനും മറിക്കാനും ഇഷ്ടപ്പെടാതെ അതിൻ്റെ പിന്നാലെ പോകും. ചിലർക്ക് അവരുടെ സൗഭാഗ്യം കൊണ്ട് ചില നല്ല അനുഗ്രഹങ്ങളൊക്കെ കിട്ടി സന്തോഷിക്കും. അപ്പോൾ അവരെ കാണുമ്പോൾ എന്നാൽ നമ്മളും ശബരിമലയ്ക്ക് എല്ലാവരും പോയിട്ട് അത് കിട്ടി ഇത് കിട്ടിയെന്ന് പറയേണ്ട, എന്നാൽ ഞാനും ശബരിമലയ്ക്ക് പോയി കളയാം. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തുലാഭാരം നടത്തിയാൽ അന്ന് ഫിലിം സ്റ്റാർസൊക്കെ വന്ന് തുലാഭാരം നടത്തണം, അപ്പോൾ പിന്നെ ഞാനും ഒന്ന് അങ്ങോട്ട് കഴിച്ചു കളയാം. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നല്ലാതെ ആന്തരികമായിട്ടുള്ളൊരു പരിവർത്തനം കൊണ്ട് ഹിന്ദു സമുദായം ഇനിയും നമ്മുടെ വേദശാസ്ത്രങ്ങളെയൊന്നും ഉപയോഗിക്കാൻ പഠിക്കുന്നില്ല എന്നതാണ് സ്വാമിജിയെ മാതിരിയുള്ളവർക്കെല്ലാം വളരെ മനോവിഷമം കൊടുക്കുന്നതായിട്ടുള്ളത്. എത്രയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും വിവേകാനന്ദ സ്വാമി പറയുന്ന മാതിരി ചന്ദനം ചുമക്കുന്ന കഴുതകളായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ചന്ദനുണ്ട്, പുറമേ നിന്ന് ആരെങ്കിലൊക്കെ വന്നാൽ അയ്യോ നിങ്ങളുടെ പുറത്തിരിക്കുന്ന ചന്ദനക്കെട്ടിന് എന്തൊരു വാസനയാണ്, എന്തൊരു സൗരഭ്യമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രസമാണ് കേൾക്കാനായിട്ട്. എന്നാൽ അതെടുത്തിട്ട് നമ്മൾ ലേപനം ചെയ്യുകയെ അത് ഉപയോഗിക്കുകയെ അത് ചെയ്യാനുള്ള സന്മനസ്സൊന്നും നമുക്കില്ല. നമുക്ക് വേണ്ടത് ദുർഗന്ധം വമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭോഗ സംസ്കൃതിയുടെ ഭാഗങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അതാണ് ഹിന്ദുധർമ്മത്തിന് പറ്റിയിരിക്കുന്ന വലിയ ഒരു ദുർഗതി. അത് മാറ്റാനായിട്ടാണ് സ്വാമിജിയെ മാതിരിയുള്ള മഹാപ്രതിഭാശാലികൾ എങ്ങനെയാണ് കഥകളുടെ ഉള്ളിലേക്ക് കൂടി പോയി നമുക്കതിലെ തത്വങ്ങളെ ചിന്തനം ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരാനായിട്ട് നോക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ വിഷയം കയ്യിൽ കിട്ടി ഇതിനെയും മൂന്നിനെയും കൂടി സമന്വയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക അനുഭവം എൻ്റെ മുമ്പിൽ വന്നു. അദ്ദേഹം അൽമോറയിലേക്ക് പോണ വഴിക്ക് ഒരു ആലിൻ ചോട്ടിലിരുന്ന് ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് അടുത്തുണ്ടായിരുന്ന തൻ്റെ സുഹൃത്ത് ഗുരുഭായിയോട് പറഞ്ഞു, ഹായ് ഗംഗാധർ, ഇന്നെനിക്ക് വിശേഷമായിട്ടുള്ളൊരു ഉണർവുണ്ടായി. ഹായ് എന്താണ്ടായി? എന്തായിരുന്നു സ്വാമിജി ആ ഉണർവ്? ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദി മൈക്രോകോസം ആൻഡ് ദി മാക്രോകോസം ആർ ബിൽഡ് ഓൺ ദി സെയിം പ്ലാൻ. വ്യഷ്ടിയും സമഷ്ടിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ പ്ലാനിലാണ്. അത് മനസ്സിലായതോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും പോയിരിക്കണു, എല്ലാ വിഷമങ്ങളും പോയിരിക്കണമെന്ന് കേൾക്കുമ്പോൾ എത്ര ലളിതമായിട്ടുള്ള ഒരിതാണ് നമുക്ക് തോന്നുമല്ലേ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവും ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായ അത്ഭുത ശക്തിയും അനന്തശക്തിയും എല്ലാമുള്ള ആ വലിയ പരബ്രഹ്മവും ഒന്ന് തന്നെയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താണ്? നമുക്ക് അതിനോടൊപ്പം വികസിക്കാൻ അറിയുന്നില്ല. നമുക്കിങ്ങനെ സ്വാമിജിയുടെ അടുത്ത് പ്രത്യേകിച്ച് കാണിച്ചു എൻ്റെ കുട്ടി, എൻ്റെ സ്വപ്നം, എൻ്റേത്, എൻ്റെ കുടുംബം, അങ്ങനെ പറഞ്ഞ് ഈ എൻ്റെ എന്നുള്ളതിനെ കെട്ടിപ്പിടിച്ചിരിക്കാനല്ലാതെ ആ ഗ്രന്ഥികളെ ഒന്ന് ഭേദിച്ച് നമുക്കിങ്ങനെ ഉയരാനായിട്ട് അറിയില്ല. നിങ്ങളിൽ പലരും ജോണതൻ സീഗൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ബുക്കുണ്ട്. അതിലൊരു കൊച്ച് കടൽക്കൊക്ക് പറക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമൊക്കെ പൊന്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഏയ് ഇത്ര പോരല്ലോ, ഞാൻ ഒന്നും കൂടി ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് കുറേയും കൂടിയും പറന്നൂടെ എന്ന് തോന്നുകയാണ് അതിന്. അത് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു, കൂടുതൽ പറക്കാൻ പഠിച്ചു. അപ്പം അവന് അവർ കണ്ടുകൊണ്ട് നിന്നിരുന്നതായ ആ ചെറിയ താഴ്വരയല്ലാതെ അതിൻ്റെ അപ്പുറത്തുള്ള മലകളുടെ മുകളിലേക്ക് ആൾക്കാർ പറക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ അവന് തോന്നി, ഹായ് എന്തൊരു രസം, എന്തൊരു സ്വാതന്ത്ര്യമാണ്, എന്നാൽ കുറച്ചും കൂടിയാണ് ഞാൻ പറക്കാൻ പഠിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ പറക്കാൻ പഠിച്ചപ്പോൾ പാവം അതിൻ്റെ ചിറകൊക്കെ തളർന്ന് അത് താഴെ വീണു. പിന്നെയും അവൻ്റെ ആ മനസ്സിലുള്ള ആ ജിജ്ഞാസം, ആ ഊക്കം
അവനെ കടക്കാൻ സമ്മതിച്ചില്ല. പിന്നെയും പറന്ന് പിന്നെ പോയിട്ട് അങ്ങനെ ആ അനന്തതയിലെങ്ങനെ അവൻ വിഹരിക്കാനായിട്ട് പഠിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ അത് മനുഷ്യജീവനെ പറ്റിയിട്ടുള്ള ഒരു അലിഗറി മാതിരി എഴുതിയിരിക്കുന്നതാണ്. അതാണ് നമുക്കൊക്കെ വേണ്ടത്. നമ്മുടെ കയ്യിലുണ്ട് സർവ്വതും. പക്ഷേ അയ്യോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഒതുക്കി വെച്ചിരിക്കുക. അതിൽ നിന്ന് പുറത്തേക്ക് കടന്ന് ഒന്ന് ഈ ഇതിലൊന്ന് വിഹരിക്കാനായിട്ട് പഠിക്കുക. ഏതിലാണ് വിഹരിക്കേണ്ടത്? സ്വാമിജി പല ഉദാഹരണങ്ങളിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, സ്വാമിജിയുടെ വാക്കുകളെയാണ് ഞാൻ ഈ തീർത്ഥം കൊണ്ടുവരണത്, വേറെ പുതിയതായിട്ടൊന്നുമില്ല. ആകാശത്തിൻ്റെ മാതിരിയോ സമുദ്രത്തിൻ്റെ മാതിരിയോ. സമുദ്രത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. മനസ്സിൽ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ശാന്തത, ഒരു പ്രത്യേകമായിട്ടുള്ള ഉണർവ് വരുന്നു. കാരണം എന്താ? ആ അപാരതയുടെ ആ കാഴ്ച അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സ്വയം മറന്നു പോവാണ്. നമ്മളിലുള്ള ആ സങ്കീർണതയെയും അതിനെയൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മളും വികസിക്കാനായിട്ട് പഠിക്കുകയാണ്. അതിനെ തന്നെയാണ് വിവേകാനന്ദ സ്വാമി എടുത്തെടുത്ത് പറയും, എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കൺട്രാക്ഷൻ ഈസ് ഡെത്ത്. വികാസമാണ് ജീവിതം. വികസിക്കാൻ പഠിക്കൂ. ഹ്രാസം അല്ലെങ്കിൽ സങ്കീർണമാവല്, ചെറുതാകല്, അത് മരണമാണ്. അപ്പം നമ്മളെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വികസിക്കാനായിട്ട് പഠിക്കണം. പിന്നെ അദ്ദേഹം പറയും, നോളജ് ഈസ് എക്സ്പാൻഷൻ, അറിവിൽ കൂടി നമ്മൾ വികസിക്കണം. ഇഗ്നറൻസ് ഈസ് ഡെത്ത്. പിന്നെയും പറയും, ലവ് ഈസ് എക്സ്പാൻഷൻ ആൻഡ് ഹേറ്റ്രഡ് ഈസ് ഡെത്ത്. 3 യോഗങ്ങളും ആയി കഴിഞ്ഞു. അതിൽ നമ്മുടെ ജീവിതത്തിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. കൊച്ചു കുട്ടികളുടെ അടുത്ത് പോയിട്ട് വ്യക്തിത്വ വികസന ക്യാമ്പുകളൊക്കെ ധാരാളം നടക്കുന്ന കാലങ്ങളാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയിക്കഴിഞ്ഞാൽ സ്കൂള് കുട്ടികൾക്ക് എല്ലാവർക്കും വ്യക്തിത്വ വികസനമാണ്. എന്നാൽ എങ്ങനെയാണ് ഈ കുട്ടികളെ വികസിപ്പിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. TV കാണിച്ചു കൊടുക്കും, ആ ഷോ കാണിച്ചു കൊടുക്കും, ഈ ഷോ കാണിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ ആ 3 പ്രത്യേക അവർക്ക് അറിയാവുന്ന മാതിരിയിലത്തെ 3 തലങ്ങളുണ്ട് വികസിക്കാനായിട്ട്. ഒന്ന് ശാരീരിക തലത്തിൽ വികസിക്കാം, മാനസിക തലത്തിലുള്ള വികാസം, ബുദ്ധിതലത്തിലുള്ള വികാസം. ഇതിനെ എല്ലാത്തിനെയും ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള ആത്മീയ വികാസം. അപ്പോൾ എങ്ങനെയാ അത് പറഞ്ഞു കൊടുക്കുക? കുട്ടികളെ ധാരാളം സേവനം ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. തൻ്റെ കാര്യങ്ങൾ ചെയ്യാതെ കുട്ടികളെ കൊണ്ട് മറ്റുള്ളവർക്കുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, മറ്റുള്ളവർക്കുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്ത് അവരെ ഞാൻ എന്നുള്ളതിൽ നിന്ന് കുറച്ച് വികസിച്ച് നമ്മൾ എന്നെങ്കിലും പറയാനായിട്ട് പഠിക്കുക. അപ്പം തന്നെ അതിൽ ഒരു വികസനം സംഭവിക്കും. അപ്പോൾ സേവനത്തിൽ കൂടിയും ത്യാഗത്തിൽ കൂടിയും നമ്മൾ വികസിക്കാൻ പഠിച്ചാൽ തന്നെ എത്ര സമാധാനമുണ്ട് വീടുകളിൽ, കുടുംബങ്ങളിൽ എന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല സംഘർഷങ്ങൾക്കും കാരണം ഈ വികാസമില്ലായ്മയാണ്. ഞാൻ എന്ന് പറയും, എൻ്റെ എന്ന് പറയും എന്നല്ലാതെ അതിൽ നിന്ന് വികസിക്കാൻ അറിയില്ല. എന്നാൽ പിന്നത്തെ മാനസിക തലത്തിൽ എങ്ങനെയാണ് നമ്മൾ വികസിക്കുക? സ്നേഹിക്കും. എൻ്റെ കുട്ടിയെ ഞാൻ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. അവിടെയാണല്ലോ തെറ്റ്. എൻ്റെ കുട്ടിയെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. കപില വാസുദേവൻ നമ്മോട് പറയണമെന്നുണ്ടല്ലോ അല്ലേ, അതമാം സർവഭൂതേഷു. എന്നെ അമ്മ എങ്ങനെയാണോ അമ്മയുടെ മകനായിട്ട് എന്നെ കണ്ടത്, അതേമാതിരി എല്ലാ ഭൂതങ്ങളിലും എന്നെ കാണാൻ പഠിക്കൂ. അർഹയേത്. അത് കഴിഞ്ഞിട്ടോ അതിനെയൊക്കെ പൂജിച്ച് ആരാധിക്കൂ. ദാനമാനാഭ്യാം അഭിന്ന ചക്ഷുഷ എന്നൊക്കെ, മൈത്രിയ അഭിന്ന ചക്ഷുഷ എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ വികാസമില്ലായ്മ. എൻ്റെ കുട്ടിയെ നല്ലപോലെ സ്നേഹിക്കും. അഥവാ മാറിപ്പോവുകയാണെങ്കിൽ എൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കും. അപ്പം അതാണല്ലോ നമ്മൾ എല്ലാ നാഷണൽ ലെവലിലും എല്ലാ ദിക്കിലും മന്ത്രിമാരായാലും പൊളിറ്റീഷ്യൻസ് ആയാലും ചെന്ന് പെടുന്ന ഇത് അവിടെയാണല്ലോ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് എൻ്റെ കുടുംബക്കാർക്ക് മതി. നല്ല നല്ല പൊസിഷനും നല്ല ജോലിയും എല്ലാം എൻ്റെ ആൾക്കാർക്ക് വരട്ടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ഒന്ന് വികസിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മഹർഷിമാർ എഴുതി തന്നിരിക്കുന്നതായ സർവേ ഭവന്തു സുഖിനഃ ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നുള്ളൊരു വികാസം നമുക്ക് മനസ്സിൽ സാധിച്ചാൽ എത്രയോ നമ്മുടെ സാമുദായിക ജീവിതത്തിൽ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ശാന്തിയും സമാധാനവും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മാനസിക തലത്തിൽ കുട്ടികളെ എൻ്റെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഒരാളെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നിന്റെ അമ്മാവനാണ് കേട്ടോ, അതെ അമ്മാവൻ കുറേ കാലം കൂടി വന്നേക്കണു എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കിൽ പറഞ്ഞു കൊടുക്കാം. കുട്ടി സ്നേഹത്തിൽ കൂടി വളരും.
അതേ സമയത്ത് ദേ ആ അമ്മാവനെ സൂക്ഷിച്ചോളോട്ടാ, അയാളാണ് നമ്മുടെ വീടും പറമ്പൊക്കെ തട്ടിയെടുത്ത് നിന്റെ അച്ഛനെ ഉപദ്രവിച്ച ആള്. കഴിഞ്ഞു, കുട്ടി വികസിച്ചു. അപ്പോൾ ഓരോ തരത്തിലും നമുക്ക് ആ കുട്ടികളുടെ മനസ്സിൽ വികസിക്കാനുള്ള അവസരം കൊടുക്കാം, ത്യാഗത്തിനുള്ള അവസരം കൊടുക്കാം, സേവനത്തിനുള്ള അവസരം കൊടുക്കാം, നല്ല വാക്കുകളെ കൊണ്ടും എല്ലാം വികസിക്കാനായിട്ട് പഠിപ്പിക്കാം. അത് ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്താ വെച്ചാൽ നമ്മൾ തന്നെ വികസിതരല്ലാത്ത കാരണം. അതേമാതിരി കാരുണ്യം, ദയ, അതെല്ലാം മനസ്സിനെ വികസിപ്പിക്കാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലോ മസ്തിഷ്കത്തിൽ ഒരുപാട് അറിവുണ്ട്. എൻ്റെ മകൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാർക്ക് വലിയ സന്തോഷമാണ്, MSc ആണ്, MCom ആണ് എന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ട് മനസ്സിന് വികാസമുണ്ടോ? മനസ്സിന് യാതൊരു വികാസവും ഇല്ല. എന്താ കാരണം? ഏതൊരു അറിവിൽ കൂടിയാണോ നമ്മൾ ചെന്ന് ആ സത്യത്തിനെ തൊടേണ്ടത്, ആ സത്യത്തിനെ തൊട്ടാലേ നമുക്ക് വികാസം ഉണ്ടാവുള്ളൂ. അതില്ല. ഇതൊരു ജോലി കിട്ടാനോ ശമ്പളം കിട്ടാനോ അമേരിക്കയിൽ പോകാനോ ഉള്ള ഒരു അറിവ് എന്നുള്ളതിൽ കവിഞ്ഞ് കസ്മിന്നു ഭഗവൻ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്ന് പറയുന്ന മാതിരി ഏതൊരു അറിവിൽ കൊണ്ടാണോ ഞാൻ സത്യത്തിനെ കണ്ടെത്താൻ പോകുന്നത്, ആ അറിവാണ് എനിക്ക് വേണ്ടത്. വിവേകാനന്ദ സ്വാമിക്ക് കുട്ടിക്കാലത്ത് അതായിരുന്നു. നല്ല പാഠമുണ്ട്, എല്ലാം വായിക്കും, മനസ്സിലാക്കും, എല്ലാം ചെയ്യും. പക്ഷെ മനസ്സിൽ മുഴുവൻ ദൈവത്തിനെ കണ്ടിട്ടുള്ള ഒരാളെ കാണണം, സത്യം അറിഞ്ഞിട്ടുള്ള, സത്യസാക്ഷാത്കാരം നടത്തിയിട്ടുള്ള ഒരാളെയാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞ് തെരഞ്ഞ് അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവന്റെ സന്നിധിയിലെത്തുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സത്യത്തിനെ അറിയാനും സത്യത്തിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനും ആ സത്യചിന്തകളെ കൊണ്ട് നടക്കാനും ഉള്ള ഒരു അറിവ് നമ്മൾ ആരും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത് വ്യക്തിത്വ വികസനമാണ് നമ്മൾ കൊടുത്തത്? കുട്ടികൾക്ക് കുറച്ച് കൈവേല പഠിച്ചു കൊടുത്തു എന്നോ, ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കിയെന്നോ, 4 ദേശീയ ഭക്തിഗാനങ്ങൾ പഠിപ്പിച്ചു, അതൊക്കെയാണ് ക്യാമ്പുകളിൽ നടക്കുന്നത്. സാധാരണയായിട്ടുള്ള ദേശീയ വികസന ക്യാമ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ ഇങ്ങനെയുള്ള കുറച്ചൊക്കെ കാണിക്കുന്നല്ലാതെ അത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിലും നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെയാ? ആ ഭാഷയുടെ, ഈ ഭാഷയുടെ, ആ ജാതിയുടെ, ഈ മതത്തിൻ്റെ, ഈ വർഗത്തിൻ്റെ, ഇങ്ങനെയുള്ള ഈ ഭേദഭാവനകൾ കൂടുതൽ സൃഷ്ടിക്കുന്ന മാതിരിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വികാസം, ആ വികാസത്തിനുള്ള വഴികളാണ് നമ്മുടെ മഹർഷിമാര് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ വ്യക്തിത്വത്തിൽ നിന്ന് വികസിച്ച് സമഷ്ടിഭാവത്തിൻ്റെ ആ വികാസത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക? അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു ഇമേജറി, അത് മനസ്സിൽ വന്നു. നമ്മുടെ ഒരു കൊച്ചു വീട്, ഒരു കൊച്ചു 4 കെട്ടാണ് എൻ്റെ വീട്. ആ 4 കെട്ടിനെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം എനിക്ക് ആ ആകാശത്തോളം പ്രപഞ്ചതലത്തിൽ നിൽക്കുന്നതായ 4 കെട്ട്. വിവേകാനന്ദ സ്വാമി പറയണു ഈ 4 കെട്ടും ആ 4 കെട്ടും ഒരേ പ്ലാനിലാണ് പണിതിരിക്കണേന്നാ പറയണേ. എന്നാ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആ 4 തൂണുകൾ തന്നെയല്ലേ എൻ്റെ 4 തൂണുകൾ. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഊർജവും ആ ശക്തിയും ആ ഐശ്വര്യവും എല്ലാം എൻ്റെയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൂണുകളും അതേമാതിരി തന്നെ ആകണ്ടേ. എന്നാ എങ്ങനെയുള്ള തൂണുകളായിരിക്കണം എൻ്റെ തൂണുകൾ? ആ 4 തൂണുകൾ പ്രപഞ്ചത്തിനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ, കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ തൂണുകൾ ഏതാണ്? ആദ്യത്തെ മുമ്പിൽ നിൽക്കുന്ന 2 തൂണുകൾ സത്യവും ധർമ്മവും. സത്യം വധ ധർമ്മം ചരാന്നല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത്. സത്യത്തിൽ അധിഷ്ഠിതമാണ്. ആദ്യത്തെ തൂണ് തന്നെ സത്യത്തിൽ അധിഷ്ഠിതമാണ്. ആ സത്യം എന്താണ്? സത്യം പരം ധീമഹി. അത് നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും ആ സത്യത്തിൻ്റെ രുചി പലതരത്തിലും അനുഭവിച്ചു കഴിഞ്ഞാൽ, കഥകളിൽ കൂടിയും പ്രസംഗങ്ങളിൽ കൂടിയും പ്രഭാഷണങ്ങളിൽ കൂടിയും പലർക്കും ജീവിതത്തിൽ അനുഭവമായി, അനുഭൂതിയായി തീർന്നിരിക്കുന്നതാണ് ആ സത്യം. അപ്പോൾ ആ സത്യത്തിനെ ആദ്യത്തെ തൂണായിട്ട് നമ്മുടെ 4 കെട്ടിലും നമ്മൾ പ്രതിഷ്ഠിക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ ഈ തൂണും ആ തൂണും തമ്മിൽ അപ്പോൾ ഒരു മൈത്രീഭാവം വരും, ഒരു തന്മയീഭാവം വരും. രണ്ടാമത്തെ തൂണായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് ധർമ്മം. ഭാരതീയ സംസ്കൃതി ഉൾക്കൊണ്ടേക്കണ ഒരാൾക്ക് ധർമ്മത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. മറ്റു ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞാൽ വേണമെങ്കിൽ പറയും, അവർ ക്വാണ്ടം പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിച്ചിട്ട് പറയും അത് ഇൻ്റർ റിലേറ്റഡ്, ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്, ഇൻ്റർ കണക്റ്റഡ്, അങ്ങനെ കൊണ്ടുവരുന്നതായിട്ടുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാരസ്പര്യം, ഈ പ്രപഞ്ചത്തിലുള്ള പാരസ്പര്യം നിലനിർത്തിക്കൊണ്ടുവരുന്നതായ അത്ഭുതമായിരിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ ധർമ്മത്തിൻ്റെ, അത് വാസ്തവത്തിൽ നമ്മൾ ധാരാളം ചിന്തിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ.
ഞാനൊരു മൈക്രോബയോളജിസ്റ്റാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. അപ്പോൾ ആ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കുമ്പോൾ ദിവസത്തിൽ ഒരുപാട് സമയം മൈക്രോസ്കോപ്പിയെ കൂടെ ചെറിയ അണുപ്രാണികളെ നോക്കിക്കൊണ്ടാണ് സമയം കഴിക്കാറ് ജീവിതത്തിൻ്റെ ഉദ്യോഗത്തിൻ്റെ ഭാഗമായിട്ട്. ആ അണുപ്രാണികൾ എന്താ ചെയ്തിരുന്നത്? അങ്ങനെയാണ് എനിക്ക് കർമ്മയോഗത്തിൽ ഇത്രയും വലിയ ഒരു ഇത് വന്നത്. ഒരു കർമ്മയോഗത്തിനോടൊരു ആദരവും അതിനെ ഒന്ന് സ്വായത്തമാക്കണം എന്നുള്ള ഒരു ഇതും വന്നത് ആ അണുപ്രാണികളെ കണ്ടിട്ടാണ്. ഞാൻ വർക്ക് ചെയ്തിരുന്നതായിട്ടുള്ള ബാക്ടീരിയ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയയാണ്. പലർക്കും അറിയാം, ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞു തരില്ല, എനിക്ക് കിട്ടിയ അനുഭവത്തിനെ ഞാൻ പങ്കുവയ്ക്കണമെന്നേ ഉള്ളൂ. ഈ കണ്ണേ പെടാത്തതായിട്ടുള്ള ഈ ബാക്ടീരിയ 24 മണിക്കൂറും അത് ഈ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പാക്യജനകം അല്ലെങ്കിൽ നൈട്രജനെ അത് അവരുടെ സെല്ലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് അതിനെ പലതരത്തിലുള്ള നൈട്രജൻ മെറ്റീരിയലായിട്ട് നമുക്ക് പകർന്നു തരികയാണ്. അപ്പോൾ അത് ജീവിക്കുമ്പോഴും അത് ചാവുമ്പോഴും ആ നൈട്രജൻ മുഴുവനും നമ്മുടെ ഭൂമിയെ, നമ്മുടെ പറമ്പിനെ എല്ലാം പുഷ്ടിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കുട്ടിക്കാലത്തെ നമ്മൾ പഠിക്കുന്നുണ്ട് റൊട്ടേഷൻ ഓഫ് ക്രോപ്സും ലെഗൂമിനസ് ക്രോപ്സ്, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഇവറ്റങ്ങളുടെ ഒക്കെ പണി ഇതാണ്. അതേ മനുഷ്യൻ അപ്പൊ ആ വെറും എത്രയോ ലളിതമായിട്ടുള്ള അവരുടെ ആ പ്രവൃത്തി, അതിൽ നിന്ന് അവർക്ക് വല്ലതും ആവശ്യമുണ്ടോ? അവർക്ക് യാതൊന്നും ആവശ്യമില്ല. അവർക്ക് ഇങ്ങനെ ഭഗവാൻ പറയണ മാതിരി യതിഹ്യം എന്ന വർത്തേയം അല്ലേ, ഞാൻ ജോലി ചെയ്യുന്നുണ്ടില്ല, പ്രവൃത്തി ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ലോകം എന്നെ അനുകരിക്കും. അവർക്ക് അതിൽ കൂടുതലൊന്നുമില്ല. അവരുടെ ജീവിതത്തിന്റെ ധർമ്മമാണത്. ഈ നൈട്രജനെ എടുത്ത് അതിനെ മാറ്റി നമുക്ക് തരിക എന്നുള്ളതാണ് അവരുടെ ജീവിതധർമ്മം. അതിലപ്പുറം അവർക്ക് യാതൊന്നും ആവശ്യമില്ല. ആ ജീവിതധർമ്മത്തിനെ നമ്മളൊന്ന് ചെയ്യാൻ നോക്കൂ. ഒരു സിന്ദ്രി ഫാക്ടറിയോ ഒരു FACTയോ എന്തുമാത്രം പണച്ചെലവ്, ആൾക്കാരെ കൊണ്ടുവരില്ലേ. ഇപ്പൊ പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള കറപ്ഷനും മറ്റതും മറിച്ചതും ഇതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നത് എന്തിനാ? ഭൂമിയെ കേടുവരുത്തുന്ന മാതിരിയുള്ള നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ യാതൊരു തിന്മയുമില്ല. എന്താ വെച്ചാൽ സത്യത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തികളാണ് ധർമ്മം കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരുത്തർക്കും ഒരു അപകാരം വരില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മളുടെ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ നമ്മൾ വേദനിപ്പിച്ചോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കൊള്ളൂ, അതിൻ്റെ പിന്നിൽ ധർമ്മം ഉണ്ടായിരുന്നില്ല. സ്വാർത്ഥ ചിന്തകളോ സ്വാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും സ്വാർത്ഥ പ്രേരിതമായിട്ടുള്ളതായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ പാരസ്പര്യം, അതിൻ്റെ ആ ഉദാത്തമായിരിക്കുന്ന ആ പാരസ്പര്യം, അതിനെ കണ്ടുപിടിച്ച് അതാണ് ഈ പ്രപഞ്ചത്തിനെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തന്ന് അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ എന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ മഹാഋഷിമാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സത്യം ധർമ്മം. എന്നാൽ ഈ സത്യം ധർമ്മം മാത്രം പോരല്ലോ, ഒരു 4 കെട്ടിന് 4 തൂണെങ്കിലും വേണ്ടേ? മറ്റേ 2 തൂണുകൾ എന്താണ്? ഇനിയൊരു തൂണ്. ഈ പ്രപഞ്ചത്തിൽ എത്ര വളരെ ഊർജ പരിവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് ഊർജം നമ്മൾ ചിന്തിക്കണേ ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു മെഷീനോ ഇതോ വരുന്നു, അതിന് എഫിഷ്യൻസി ഉണ്ടോ നോക്കണമെന്നല്ലാതെ ആ ഊർജത്തിനെ പറ്റി നമുക്ക് യാതൊന്നും അറിയാൻ വയ്യ. സൂര്യചന്ദ്രന്മാര് അവരുടെ വക വേറെ, പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഊർജങ്ങൾ വേറെ, പക്ഷിലതാദികളിൽ വൃക്ഷങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഊർജം വേറെ. എന്തിനാ? ചെടികളുടെ കാര്യം മാത്രം നോക്കൂ. ആ സൗരോർജത്തിനെ എടുത്ത് നമുക്ക് എന്തെല്ലാം ആക്കി മാറ്റി തരുന്നു അവരല്ലേ. അപ്പോ അനന്തമായിരിക്കുന്ന ഈ ഊർജ പരിവർത്തനങ്ങള്, ആ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഊർജ പരിവർത്തനങ്ങളില് ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് എനർജി എന്ന് പറയുന്നതിൽ എവിടെയെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആ ഊർജ പരിവർത്തനങ്ങള് ഏതുകൊണ്ടാണോ ഈ സമസ്ത പ്രപഞ്ചവും നിലനിന്നു പോരുന്നത്, നമ്മൾ ആരും വിചാരിച്ചുകൊണ്ടല്ല നിലനിർത്തുന്നത്. നമ്മുടെ ചന്ദ്രയാനം കൊണ്ടോ നമ്മുടെ സൂര്യാനം കൊണ്ടോ നമ്മൾ ചെയ്യുന്ന ഒന്നുമല്ല അത് നിലനിർത്തുന്നത്. പക്ഷേ ഈ കൊച്ചു അണിപ്രാണി മുതൽ സൗരോർജം മുതൽക്ക് വരെയുള്ള ആ ഊർജ പ്രവർത്തനങ്ങള് അതിനെ സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്നതിന് എത്ര മനോഹരമായിട്ടുള്ളൊരു സങ്കല്പമായിട്ട് യജ്ഞം എന്നുള്ള സങ്കല്പമായിട്ടാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. അപ്പം എന്തു പറയും? ഈ യജ്ഞത്തിനെ മാതിരി എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിനെ യജ്ഞ പ്രവർത്തനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്, അതേമാതിരി നമ്മുടെ ഈ കൊച്ചുകുടിലും യജ്ഞം ചെയ്യുക.
ചെയ്തൂടെ? ശരി, എങ്ങനെയാ? നമ്മുടെ പ്രവർത്തികളെയെല്ലാം നിഷ്കാമകർമ്മ രൂപത്തില് നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്സസി കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം എന്ന് ഭഗവാൻ പഠിപ്പിച്ചു തരുന്ന മാതിരി എന്ത് ചെയ്യുമ്പോഴും അത് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എത്ര എളുപ്പമാണ് അല്ലേ? വെളിച്ചാകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഭഗവാനെ കയേന വാചാ മനസേന്ദ്രിയവ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് കരചരണകൃതം വാ, അതിനുള്ള ശ്ലോകങ്ങളും അതിനുള്ള ടെക്നോളജികളും ടെക്നിക്കുകളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചെയ്യണം എങ്ങനെ? വെറുതെ ചെയ്താൽ പോരാ, ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളത് ചെയ്യണം. നേരം വിളിച്ചാൽ എണീറ്റിട്ട് ജോലിക്ക് പോകുന്നു. അപ്പൊ എന്തായി? ഇത് ഉള്ളിൽ തട്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തെറ്റുകൾ നമ്മൾ ചെയ്യില്ല. സത്യവും ധർമ്മവും എല്ലാം നമ്മുടെ കൂടെ വരും. അപ്പോൾ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന പ്രവൃത്തികൾ അതെല്ലാം യജ്ഞരൂപത്തിൽ വരും. പക്ഷെ എന്നാലും പോരാ, ഒരു സ്രോതസ് വേണ്ടേ? സദാ ജനിപ്പിച്ചുകൊണ്ടിരിക്കണം ഈ ഊർജത്തിനെ. ആ ഊർജത്തിനെ ജനിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് തപസ്. ആദ്യകാലം മുതൽക്ക് നമുക്ക് കാണാം തപസ്സിനുള്ള പ്രാധാന്യം. ഭാരതീയ സംസ്കൃതിയിൽ തപസ്സിന് അത്രമാത്രം പ്രാധാന്യമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ തപസ്സുകൊണ്ടാണ് നമ്മൾ ഈ അസത്യമായിട്ടുള്ളതിനെ നീക്കി നിർത്താനും സത്യമായിട്ടുള്ളതിനെ പരിപോഷിപ്പിക്കുവാനും ആ സത്യത്തിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെയും എല്ലാത്തിനെയും ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ടാക്കുന്നത്. ഇന്ന് അമ്മമാർക്ക് തപസ്സിൻ്റെ യാതൊരു വിലയില്ല. പോട്ടെ, അന്നത്തെ മാതിരി നമുക്ക് തപസ്സൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് കൊച്ചു ഇതിൽ നമ്മൾ ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് 7 മണി വരെ കിടന്നുറങ്ങുക. ഒരു വീട്ടിലൊരു അമ്മ തന്നെ 7 മണി വരെ കിടന്നുറങ്ങിയാൽ പിന്നെ ആ വീടിൻ്റെ സ്ഥിതി എന്താ? മഹാലക്ഷ്മി വന്ന് 10 പ്രാവശ്യം തൊട്ട് എനിക്ക് വയ്യ എന്നിട്ട് പോയിട്ടുണ്ടാവും അല്ലേ? 7 മണി വരെ കിടന്നുറങ്ങുന്ന അമ്മമാര്, 10 മണി വരെ കിടന്നുറങ്ങുന്ന അച്ഛന്മാര്, ഇങ്ങനെയാ പിന്നെ ഭാരതീയ സംസ്കൃതി നിലനിൽക്കുന്നത്. ബ്രാഹ്മേ മുഹൂർത്തേ ഉത്ഥായ. എവിടുന്ന ബ്രാഹ്മമുഹൂർത്തം? അതൊക്കെ ആരോ എഴുതി വെച്ചേക്കുന്ന. ഏറ്റവും സുഖം കിടന്നുറങ്ങാൻ, പുതച്ചു മൂടി കിടക്കാൻ, പ്രത്യേകിച്ച് ഈ ഹേമന്ത കാലത്തൊക്കെ ഏറ്റവും സുഖമുള്ള സമയം ഒരു 3 മണി തൊട്ട് 7 മണി വരെ 8 മണി വരെയൊക്കെയാണ്. ആ സമയത്തൊക്കെ എണീക്കേ. അങ്ങനെ ഇതൊക്കെ ആചാരങ്ങൾ അതിനെയൊക്കെ അടക്കി നിർത്തി ചെയ്യാനായിട്ട് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. എണീക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, തിരുവാതിരക്കാലത്ത് എണീക്കുക, കുളിക്കുക, പച്ചവെള്ളത്തിൽ കുളിക്കുക, ഇങ്ങനെ പല പല കൊച്ചു കാര്യങ്ങളിൽ കൂടി എന്താ നമ്മുടെ തിരുന്ന് ആലോചിക്കുന്ന സമയത്തെ നമ്മുടെ മഹർഷിമാരുടെയൊക്കെ ദയയും കാരുണ്യവും അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് മനുഷ്യൻ നന്നായാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഒന്ന് അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന, അങ്ങനെ ചെയ്തിട്ട് പലതരത്തിലുള്ള കൊച്ചു ഏകാദശി. ഇന്ന് ഏകാദശിയാണ്. ചുരുങ്ങിയത് 3 പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഏകാദശി. ഇനി ഒന്നുമില്ല, ഇനി ചെന്ന് കഴിഞ്ഞാൽ ഒരു 4 പഴനുറുക്കും 1 ഗ്ലാസ് പാലും, അപ്പോൾ പിന്നെ ഏകാദശി കംപ്ലീറ്റ് ആവും. ഏകാദശി, ഷഷ്ടി, അങ്ങനെ പല വ്രതങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. എന്നാൽ ഇതൊക്കെ ആയിക്കോളൂ, പക്ഷെ അന്ന് ദൈവത്തിനെങ്കിലും ഒന്ന് ഓർക്കുവോ? ശിവരാത്രി സുഖമാണ്, അന്ന് 4 സിനിമ കാണാം രാത്രി, ഓർക്കൊഴിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് നമ്മുടെ ജീവിതത്തിനെ വികസിക്കാൻ പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ 4 തൂണുകളാൽ സംരക്ഷിക്കപ്പെട്ടു വരുന്നതാണ് നമ്മുടെ ഈ ചെറിയ മൈക്രോകോസ്മിക് ഹട്ട്. ഈ കൊച്ചു 4 കെട്ട് അതിൻ്റെ 4 തൂണുകളുമേ നിൽക്കുന്നതാണ്. അതിൻ്റെ മേൽക്കൂരയിൽ നിൽക്കുന്നത് സാക്ഷാൽ പ്രകൃതിയും പുരുഷനും നമുക്ക് തരുന്നതായിട്ടുള്ള സ്നേഹമാണ്. അതിൻ്റെ ഇതൊക്കെ ആയാലും നിങ്ങൾ എൻ്റെ മക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മേൽക്കൂരയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിനെ നമ്മളുടെ ഇതിൽ പരിപോഷിച്ചെടുത്താൽ നമുക്ക് എന്താ ഗുണം? അതിലെ ആ കോസ്മിക് ലെവലിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ശക്തിയും ഊർജവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളുടെ സ്വജീവിതത്തിൻ്റെയും കൂടി ഭാഗമാണ്. ജീവിതത്തിൽ തന്നെ സത്യം, ധർമ്മം, യജ്ഞം, തപസ്സ എന്നിവയുടെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇന്റർലിങ്കിങ് കണക്ഷൻ കൊടുക്കാൻ അതിനുള്ള പണികളാണ് പിന്നെ ഇവർ കണ്ടുവച്ചിരിക്കുന്നത്. അവിടെയാണ് ഇതൊരു ഇൻട്രഡക്ഷനാണ്. ഇനി ഇതിനെ എങ്ങനെ, ഈ ശക്തികളെ നമ്മൾക്ക് എങ്ങനെ ആവാഹിച്ചെടുക്കാം? മനുഷ്യരാണെങ്കിൽ പല തരത്തിലുള്ളവർ, ഒരാളുടെ മാതിരിയല്ല മറ്റൊരാൾ. ഒരാൾക്ക് നല്ല ചിന്തിക്കാൻ കഴിവുണ്ട്, ഒരാൾക്ക് പാടാൻ കഴിവുണ്ട്, ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, ഒരാൾക്ക് മിണ്ടാതിരിക്കാൻ കഴിവുണ്ട്, ചിലർക്ക് ഉറങ്ങാൻ കഴിവുണ്ട്.
അങ്ങനെ പലർക്കും പല കഴിവുകളുണ്ട്. ആ കഴിവുകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാമെന്നിങ്ങനെ വീണ്ടും ആ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മാതിരി കാരുണ്യവാനായിരിക്കുന്ന നമ്മുടെ മഹർഷിമാരെ നമുക്ക് ആ ഊർജത്തിനെ ആവാഹിച്ചെടുക്കാനായിട്ട് തന്നിരിക്കുന്ന പണികളാണ് ഈ 4 യോഗങ്ങൾ. അതിൽ ജ്ഞാനയോഗം, ഭക്തിയോഗം, രാജയോഗം, കർമ്മയോഗം, ഈ 4 യോഗങ്ങൾ. അപ്പോൾ ഈ ചെറിയ നമ്മളിപ്പോൾ ഈ 4 കെട്ടിനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ 4 കെട്ടിൽ ഈ ഊർജത്തിനെ വലിച്ചെടുക്കാനായിട്ടുള്ള 4 മെയിൻ സ്വിച്ചസ് ഉണ്ട്. അതിൽ ഒരു സ്വിച്ചസിൽ ഹൈ വോൾട്ടേജാ, അതിൻ്റെ അടുത്ത് പോകാൻ സൂക്ഷിക്കണം. നല്ല ശക്തിയുണ്ട്, റബ്ബർ ഗ്ലൗസൊക്കെ ഇട്ടെങ്കിലേ ആ വോൾട്ടേജ് തൊടാൻ പറ്റുള്ളൂ. ഈ അറ്റത്തിരിക്കുന്നതോ അത് സാധാരണക്കാർക്കും ഒക്കെ ആവാം. അതാണ് നമ്മളെ മാതിരിയുള്ള പാമരന്മാരായിട്ടുള്ളവരെ, സാധാരണ ഉദ്യോഗം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരെ, പലതരത്തിലുള്ള ഇതിൽ ജോലി ചെയ്യുന്നവരെ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് കർമ്മയോഗം. എന്നാൽ കർമ്മയോഗം കൊണ്ട് ദോഷം വല്ലതുണ്ടോ, അതിന് പോരായ്മയുണ്ടോ? ഒരു പോരായ്മയില്ല. കർമ്മയോഗത്തിൽ നിന്ന് തുടങ്ങിയാൽ മതി നമുക്ക്. കർമ്മയോഗം എന്തിനുള്ളതാ? അയാൾക്ക് വലിയൊരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? സ്വർഗത്തിലുള്ള ദേവന്മാർക്ക് പോലും ഭൂമിയിൽ വന്ന് കർമ്മയോഗമനുഷ്ഠിച്ച് ചിത്തമാലിന്യങ്ങളെ നശിപ്പിച്ചെങ്കിലേ അവർക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടുള്ളൂ. അവർക്ക് അവിടെ ഇല്ലെങ്കിൽ ഭോഗൈശ്വര്യതകളിൽ മുഴുകിയിരിക്കുക. ഉർവശി, രംഭേ, തിലോത്തമേ എന്ന് പറഞ്ഞ് മുഴുകിയിരിക്കുന്നവരാണ് അവര്. അവർക്ക് നല്ലതിനൊന്നും പറ്റി ചിന്തിക്കാൻ അവസരവുമില്ല, അതിനുള്ള സമയവുമില്ല. അപ്പൊ അവരെ കൂടി അവരും പ്രാർത്ഥിക്കുന്നത്, അയ്യോ ഈ മനുഷ്യന്റെ മാതിരി ഒരു ജന്മം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര സുഖായേനെ. അപ്പോൾ ശങ്കരാചാര്യസ്വാമികളൊക്കെ പറയാം, ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ജന്മം കിട്ടിയിട്ടും നമ്മൾ അതിനെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാർ, ശങ്കരാചാര്യസ്വാമികളെ മാതിരിയുള്ളവരൊക്കെ, നമ്മുടെ സ്വാമിജി മാതിരിയുള്ളവരൊക്കെ പറയാം, ഇത്രയും നല്ല മനുഷ്യ ജീവിതം, ഒരുവിധം ആരോഗ്യമൊക്കെ ഉണ്ട്, ഒരുവിധം കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട് നല്ല നിലയിൽ, എന്നിട്ട് നിങ്ങൾക്കൊന്ന് ഈശ്വരനിലേക്ക് തിരിയണമെന്ന് തോന്നുന്നില്ലേ? ആ ഊർജത്തിനെ മറ്റേ ഊർജത്തിലേക്ക് ഒന്ന് പ്ലഗ് ചെയ്ത് വെക്കാനായിട്ട് തോന്നുന്നില്ലേ? നല്ലൊരു വീട് പണിതിട്ടുണ്ട്, അതിൽ പലതരത്തിലുള്ള ലൈറ്റുകളുണ്ട്, ലാമ്പുകളുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതെന്താ അങ്ങനെ? നോക്കി നോക്കി വരുമ്പോഴാ മെയിൻസിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. മെയിൻസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താ, ട്യൂബ് കത്താൻ തുടങ്ങി, ഫാൻ തിരിയാൻ തുടങ്ങി, മൈക്രോവേവ് വർക്ക് ചെയ്യാൻ തുടങ്ങി, എല്ലാം തുടങ്ങി. പക്ഷെ ആ മെയിനിലേക്ക് അങ്ങോട്ട് കൊടുക്കണ്ടേ? ആ മെയിനിലേക്ക് കൊടുക്കാനായിട്ടുള്ളതാണ് ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും എല്ലാം വന്നിരിക്കുന്നത്. എന്നാൽ ഈ കർമ്മയോഗത്തിന് ചിത്തശുദ്ധി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ചിത്തശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഭക്തിയും ജ്ഞാനവും ഒന്നും ഫലം പ്രാപിക്കാത്തത്. ചിത്തശുദ്ധി ഇല്ലാതെ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പാല് കറക്കാൻ കൊണ്ടുപോകുന്ന പാത്രം അത് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ പാല് കറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പാല് കേടുവന്ന് പോകും. അതേമാതിരി ഈ മനുഷ്യ ജീവിതം കൊണ്ട് നമ്മൾ മനഃശുദ്ധി സമ്പാദിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ മനഃശുദ്ധി സമ്പാദിക്കുക തന്നെ വേണം. എന്നാലേ പിന്നെ രണ്ടിനും നമ്മൾ അർഹരായി തീരുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മനഃശുദ്ധി സമ്പാദിക്കുന്നത്? എന്തുകൊണ്ടാണ് മനഃശുദ്ധി ഇല്ലാത്തത്? ഞാൻ നല്ലൊരു ഉദ്യോഗസ്ഥനാണല്ലോ, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, രാവിലെ ശരിക്കും സമയത്തിന് പോകണു വരണു, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ എനിക്ക് മനഃശുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്നത്? എന്താ അപ്പം അതിൻ്റെ കാരണം? അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് വർണ്ണാശ്രമധർമ്മങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നെ മാതിരി നിങ്ങൾ ജീവിക്കാൻ പറ്റിയ വലിയ കുഴപ്പമൊന്നും കൂടാതെ ഇങ്ങോട്ട് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെയൊക്കെ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. നിഷിദ്ധ കർമ്മങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. അധർമ്മം, ആസുരികമായിട്ടുള്ളത് ഇതൊക്കെ കുറച്ച് ചെയ്യാതിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓഹോ, അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ശുദ്ധിയാവോ? അല്ല, അത് ചെയ്ത് ഒരു സ്ഥിരത വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അടുത്ത പടിയിലേക്ക് പോവാം. എന്താണ് ആ അടുത്ത പടി? എന്താണ് ഈ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികളെ ശുദ്ധമല്ലാതെ അതിലത്തെ ശുദ്ധിയെ എടുത്തു കളയുന്നത് എന്താണ്? അപ്പോൾ നമ്മളുടെ ശാസ്ത്രപ്രകാരം സത്യത്തിന് മാത്രമാണ് ശുദ്ധിയുള്ളത്, സത്യധർമാദികൾക്കാണ് ശുദ്ധിയുള്ളത്. അസത്യമായിട്ടുള്ളതും അധർമ്മമായിട്ടുള്ളതിനും ശുദ്ധിയില്ല.
അപ്പോ ഈ ഏകമായിരിക്കുന്ന സത്യം, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മതത്വം, അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് അതാണ് സത്യം എന്ന് അറിയുന്തോറും എൻ്റെ കർമ്മങ്ങളെല്ലാം കൂടുതൽ ശുദ്ധിയുള്ളതായിട്ട് തീരുന്നു. അശുദ്ധിയാവാൻ അജ്ഞാനം മാത്രമാണ് കാരണം. അസത്യത്തിനെ സത്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സത്യത്തിനെ അസത്യമായി കണ്ടുകൊണ്ടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളുമാണ് ചിത്തമാലിന്യങ്ങൾക്ക് കാരണം. അപ്പൊ ആ ചിത്തമാലിന്യങ്ങളെ എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ 3 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ മാലിന്യങ്ങളെ എടുത്തു മാറ്റാൻ കഴിയും. ഒന്ന്, ഒരു ട്രയാങ്കിൾ മാതിരിയാണത്. ഏറ്റവും അടിത്തട്ടിലത്തെ വര, ഞാൻ എന്ന ഭാവം, ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ആരാണെന്നറിയില്ലേ, ഞാൻ ധനികനാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ ഉദ്യോഗസ്ഥനാണ്, ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, ചീഫ് മിനിസ്റ്ററാണ്, ഇങ്ങനെ ഞാൻ ചിലരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ മതി കേട്ടോ, ഇനി നമുക്കൊന്ന് മാറുക. ഞാൻ ചെയ്തത്, ഞാൻ എങ്ങനെയാ ചെയ്തത്, കണ്ടത് ഇവിടെയൊക്കെ നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാ, അങ്ങനെ പറയുന്ന കുറെ പേരുണ്ട്. അപ്പൊ ആ ഞാൻ എന്നുള്ള ഭാവം ഒന്ന് എടുത്തു മാറ്റി നോക്കൂ. നിങ്ങളാണോ വാസ്തവത്തില്? അർജുനന് ആ ഭാവം വന്നപ്പോഴാണല്ലോ അർജുനന് ഭഗവാൻ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത്, അർജുന, ഞാനല്ലാതെ വേറെ യാതൊന്നുമില്ല ഇവിടെ. നല്ലതായിട്ടും ചീത്തയായിട്ടും കൗരവന്മാരായിട്ടും പാണ്ഡവന്മാരായിട്ടും കാണുന്നത് ഞാൻ മാത്രം. എന്താ വെച്ചാൽ പ്രകൃതിയും പുരുഷനും കൂടിയുള്ള സംയോഗത്തിൽ നിന്നാണ് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാനല്ലാതെ വേറെ എന്താ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ അല്ലേ, തസ്മാത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാപൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതാണ് പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നത് ആദ്യമേ തന്നെ. അപ്പോഴാണ് ആ നിമിത്തമാത്രമായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ സങ്കല്പം നമ്മുടെ മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഭഗവാന്റെ കയ്യിലത്തെ ഒരു നിമിത്തം മാത്രം. എനിക്കൊരു വീട്ടമ്മയായിരിക്കാനുള്ളത് എൻ്റെ നിമിത്തം, ഒരു ടീച്ചറാവണത് എൻ്റെ നിമിത്തം, ഒരു ബാങ്കറാവണത് എൻ്റെ നിമിത്തം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഈ പേപ്പർ എടുത്ത് വായിച്ച് കാണുന്നില്ലേ, എന്താലേ ഒരു പേജിൽ ഒരു കോളം പോലും ഒരു നല്ല വാർത്ത കാണുന്നുണ്ടോ? ഒക്കെ ഈ ചതിയുടെയും ഇതിൻ്റെയും വാർത്തകളല്ലേ നമ്മൾ കാണുന്നുള്ളൂ. എന്താ കാരണം? എല്ലാവരും അവർക്ക് സ്വായത്തമാക്കാനായിട്ട് തോന്നുക. അവർക്ക് വേണ്ടി, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വേണ്ടി യമധർമ്മരാജാവ് ഒരു പുതിയ നരകം സൃഷ്ടിച്ചു തുടങ്ങിയെന്നൊരു ന്യൂസ് എവിടെയോ കേൾക്കുകയുണ്ടായി. അത്ര മോശമായിരിക്കുന്നു നമ്മുടെ സ്ഥിതി. ഇതുവരെയുള്ളവരൊന്നല്ല, ഇതുവരെയുള്ളതൊക്കെ 5 കോടി 6 കോടി 63 കോടി 1,75,000 കോടിയൊക്കെ നശിപ്പിച്ചവരെ കൊണ്ട് എവിടെ കൊണ്ടിടണേ? അതിനൊന്നും അവിടെ അക്കോമഡേഷനൊന്നും ഇല്ല. അതിന് പ്രത്യേകമായിട്ട് അദ്ദേഹം ചിത്രഗുപ്തനെ ഏൽപ്പിച്ചേക്കുക, പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് വല്ലതും തുടങ്ങിക്കോളോ, ആ കൺസ്ട്രക്ഷനിൽ ശ്രദ്ധിച്ചോളോ, അവിടെ അഴിമതിയൊന്നും പാടില്ല. അങ്ങനെ ഭഗവാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അവിടെ ചിത്രഗുപ്തന്. അപ്പോ ആ നിമിത്തമാത്രം എന്നുള്ളത്, ഇനി ദേവി ഉപാസകന്മാരാണ്, ഞാൻ കൃഷ്ണന്റെ ഉപാസകല്ല, എനിക്ക് ദേവിയുടെ വായിന്ന് തന്നെ കേൾക്കണം. ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത. നമ്മൾ ഓരോരുത്തരും ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് ദേവകാര്യം ചെയ്യാനുള്ളതാണ്, അസുരകാര്യത്തിനുള്ളതല്ല. ദേവകാര്യം, സത്യം ധർമ്മം എന്നുള്ളതിനെ അനുഷ്ഠിച്ചുകൊണ്ട്, യജ്ഞം തപസ് എന്നുള്ളവരെ ആചരിച്ചുകൊണ്ട് ആ സത്യത്തിനെ നിലനിർത്തുക. പ്രത്യേകിച്ച് അമ്മമാര്, ഓരോ അമ്മയും തനിക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ആ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് അതൊരു ചലഞ്ചായിട്ട് എടുക്കണം. എനിക്ക് കുടിയനായിട്ടുള്ളൊരു ഭർത്താവ്, പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ, എന്നാലും ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാല് കാണാം ആ സത്യത്തിൻ്റെ പ്രഭാവം. പക്ഷേ അങ്ങനെ പറയാൻ കഴിയുന്നതായിട്ടുള്ള അമ്മമാര് ഇന്ന് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുർഗതി. ആ സത്യത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്നത് എത്ര കഥകളാണ്. കഥകളിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് പോവാതിരിക്കുകയാണ്. എത്ര കഥകൾ വഴിയാണ് ഈ സത്യത്തിൽ ഉറച്ചു നിൽന്നാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ അനശ്വരമായിരിക്കുന്ന കീർത്തിയും അനുഗ്രഹവും അതിനെയൊക്കെ പറ്റി എത്ര കഥകളിൽ കൂടിയാണ് നമുക്ക് കേൾപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ എന്നതിനൊരു വിലയില്ലാതെ ആവും. ഞാൻ ഭഗവാന്റെ നിമിത്തമാകും. ഞാൻ ദേവകാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഈ മാതൃത്വം എനിക്ക് കിട്ടിയിരിക്കുന്നത്, മാതൃത്വത്തിൽ കൂടിയാണ് ഏറ്റവും മനോഹരമായിട്ട് അദ്വൈതത്തിൻ്റെ സന്ദേശം അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ സാധിക്കുക.
ഇതിലും ഭംഗിയായിട്ട് ആ ഏകത്വഭാവന, ഏകാത്മഭാവന അടുത്ത ജനറേഷനിലേക്ക്, തലമുറയിലേക്ക് പ്രവഹിപ്പിക്കാൻ സാധിക്കില്ല. എനിക്ക് ചിലപ്പോൾ ഒക്കെ അമ്മയെ പറ്റി ധ്യാനിക്കുമ്പോൾ തോന്നും, അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഈ അദ്വൈതത്തിനെ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എത്ര എത്ര ആൾക്കാർ പാടുപെടുന്നുണ്ട്, പോരാ എനിക്ക് തൃപ്തിയാവണില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഒരു അനുഗ്രഹം മാതിരി, വരദാനം മാതിരിയാണ് ഈ മാതൃത്വം വന്നിരിക്കുന്നത് എന്നാ എനിക്ക് തോന്നുക. ഈ മാതൃത്വത്തിൽ കൂടി ഇനി അതിനപ്പുറം ഒരു അദ്വൈതമില്ല. മകന്റെ നന്മയ്ക്കെപ്പോഴും ഏകാഗ്ര ദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠമനുഷ്ഠിപ്പൂ ജനനീ കർമ്മയോഗിനി, താനും മകനും ഒന്നായി തന്നെയാണവൾ കാൺമത്, അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാം. അപ്പൊ ഏതമ്മയാ? നമ്മുടെ അമ്മമാരത് ബോധിക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ആ അമ്മ അത് ബോധിച്ചു, തന്നെ ആ പ്രപഞ്ചമായിട്ട് അങ്ങോട്ട് മാറ്റി മറിച്ചു. ആ ദേവകാര്യ സമുദ്രതയായിരിക്കുന്നു ഞാൻ. എനിക്ക് ദേവി ഒരു പ്രത്യേക, ഞാൻ ദേവിയുടെ അംബാസഡറാണ്, ഞാൻ ദേവിയുടെ ഒരു പരിചാരികയാണ്, ഞാൻ ദേവിയുടെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ദൈവാനുഗ്രഹത്താൽ കിട്ടിയിരിക്കുന്നതായ ആരോഗ്യം, മനസ്സിൻ്റെ കഴിവുകള്, ബുദ്ധികൂർമ്മത എല്ലാത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? സമുദായത്തിനെ സേവിക്കാനായിട്ട് സാധിക്കുമോ? മറ്റൊരുവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ സാധിക്കുമോ? ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ദേവകാര്യ സമുദ്രതകളായി മാറും. ദേവകാര്യ സമുദ്രതയായി കഴിഞ്ഞാൽ പിന്നെ അമ്മ നമ്മളെ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ള പ്രൊമോഷനൊക്കെ തന്ന് അനുഗ്രഹിക്കും. വീടുകളിൽ നമ്മൾക്ക് നല്ല മക്കൾക്കെല്ലാം നമ്മളോട് നല്ല സ്നേഹമുണ്ടാവും, കുടുംബത്തിലെല്ലാവർക്കും നമ്മളോടൊരു ബഹുമാനവും ഒരു പ്രത്യേകമായ ആദരവുണ്ടാവും. സമുദായം തന്നെ നമ്മളിൽ ഒരു നല്ല വലിയ ആൽവൃക്ഷത്തിനെ തന്നെ കാണാൻ ഇടയാകും. അപ്പോൾ ആ ഞാനെന്നുള്ള ഭാവം കളയുക. പിന്നെയോ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താ അവിടെ? ഇതെനിക്കിഷ്ടമാണ്, അതെനിക്കിഷ്ടമല്ല. അതും ഈ അഹംഭാവത്തിൻ്റെ ഒരു ഭേദഭാവമാണ്. എനിക്ക് ഇതിഷ്ടമാണ്. സ്വാമിജി പറയണ്ടായി ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇല്ലേ, സ്നിഗ്ധത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിലുറച്ചു നിൽക്കുക, എനിക്കിതേ ഇഷ്ടമുള്ളൂ എന്ന് പറയാൻ പാടില്ല. എല്ലാം ഫ്ലെക്സിബിലിറ്റി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ബി ഫ്ലെക്സിബിൾ. ശരി, അങ്ങനെയാണോ? ശരി. ഇന്ന് തിരിച്ചു ചെല്ലുമ്പോൾ കഞ്ഞിയുള്ളൂ, ആയിക്കോട്ടെ. ചപ്പാത്തി വേണോ? വേണ്ട. അതാണോ? ശരി, ആയിക്കോട്ടെ. അങ്ങനെ എന്തിനേയും സ്വീകരിക്കാനുള്ളൊരു കഴിവ് അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളൊരു പ്രശ്നമാവുന്നില്ല, നമ്മളൊരു വിഷമമാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കഴിവ്, അപ്പോൾ എൻ്റേത്, എനിക്കിഷ്ടം എന്നുള്ളത് കളയുക, ഞാൻ എന്നുള്ളത് കളയുക. പിന്നെ മൂന്നാമത്തെ ഏറ്റവും വിഷമം പിടിച്ച ഭാഗമാണ് ഫലേച്ഛ. എനിക്കെന്താ കിട്ടുക? അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുക ശമ്പളം എത്രയാണ്, സാലറി എന്താണ്, അതിൻ്റെ TA DA മറ്റതുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ്. നമ്മളൊക്കെ പണ്ട് കാലത്ത് 50, 60, 100 രൂപയിലൊക്കെ തൃപ്തിയായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് 50,000-ന് ഇപ്പറാണെങ്കിൽ അവർക്ക് വേണ്ട, 50,000-ന് അപ്പറേ അവർക്ക് വേണ്ടു. അപ്പോൾ ഈ കമ്പനിയിൽ വന്ന് ചേരും, അവിടെ നിന്നെടുത്ത് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. അല്ലാതെ പ്രവൃത്തിയെ കൊണ്ട് സമുദായത്തിനെ ഉദ്ധരിക്കണമെന്നോ സമുദായത്തിന് ഗുണം ചെയ്യുന്നോ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ അമ്മമാര്, ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ്, അമ്മമാര് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് വേറെ ഒരു ദുർഗതിക്കുള്ള കാരണം. അപ്പോൾ കർമ്മയോഗത്തിൻ്റെ ശ്രേയസ് ഇരിക്കുന്നത് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിഷ്കാമമായ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ആ കർമ്മയോഗിയായി തീരുന്നു. ആ കർമ്മയോഗിയുടെ കർമ്മങ്ങളെല്ലാം യജ്ഞമായിട്ട് മാറുന്നു. ആ യജ്ഞമായിട്ട് മാറുമ്പോൾ എന്തായി? നമ്മുടെ ഈ ചെറിയ നാലുകെട്ടിലെ ആ തൂണ് മറ്റേ തൂണുമായിട്ട് ബന്ധിക്കപ്പെടുന്നു. അപ്പൊ എന്തായി? ഈ പ്രപഞ്ചത്തിലുള്ള ആ സത്ത മുഴുവനും ഏത് സമയത്തും നമുക്ക് കിട്ടാവുന്നതാണ്, നമ്മുടെ ഉള്ളിലേക്ക് വരികയായി. അതുകൊണ്ടാണ് പറയുക, യജ്ഞഭാവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നതായ കർമ്മങ്ങളുടെ ഫലങ്ങള്, കർമ്മത്തിന് എല്ലാത്തിനും ഫലമുണ്ട്, അതിനെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷെ എനിക്കത് വേണ്ടാന്നേ പറയുന്നുള്ളൂ. ഒരു വലിയൊരു മൈക്കൽ ടാബ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു സയൻറ്റിസ്റ്റ്, അയാൾ പറയും കർമ്മയോഗത്തിനെ പറ്റി പറയുമ്പോൾ അയാൾ പറയുക, ഞാൻ എഴുത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ മറുപടി വന്നോ നോക്കുക ദിവസവും. പോസ്റ്റ്മാൻ, എനിക്ക് വല്ല എഴുത്തുണ്ടോ? എവിടുന്ന് എനിക്ക് എഴുത്ത് വരണേ? അല്ല, ഞാൻ ചോദിക്കുകയാണേ, എഴുത്ത് എഴുതിയിട്ടില്ല,
പക്ഷേ ഐ വെയിറ്റ് ഫോർ ദി. നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ നല്ലതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു നല്ല കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല. ഒരാൾ വന്നാൽ ഒരു പിടി ചോറ് കൊടുക്കാനോ, ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം ചെയ്യാനോ, അതിഥി വന്നാൽ സൽക്കരിക്കാനോ, അതിനുള്ള സദ്ബുദ്ധികളൊക്കെ നമ്മുടെ നാഥന്മാരിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും അവർ പലയിടത്തും ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കണതും അതൊക്കെയാണ് നമ്മൾ കാത്തു നിൽക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ യജ്ഞഭാവത്തിലേക്ക് നമ്മുടെ പ്രവൃത്തികൾ ഉയർത്തുമ്പോൾ നമുക്ക് ലഭിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യാതിരിക്കുന്നതായിട്ടുള്ള ആ ഫലങ്ങൾ അങ്ങനെ പോയി ഒരു ദിക്കില് ഒട്ടും കണക്കിൽ തെറ്റുപറ്റാതെ, കാരണം നയാ പൈസയുടെ തെറ്റുപറ്റാതെ അത് ഒരു ദിക്കില് സംഭരിക്കപ്പെടും. അതിൻ്റെ ചാവി ഒരാളുടെ കയ്യിലേ ഉള്ളൂ. സാക്ഷാൽ നമ്മൾ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ആ സൂപ്പർ കോമ്പ്യൂട്ടർ. നമ്മുടെ പ്രവർത്തികളുടെ എല്ലാം മാനം എടുത്ത് വെച്ചിരിക്കുന്ന ആളുടെ പേരാണ് ആ കോമ്പ്യൂട്ടർ. സൂപ്പർ 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 കോമ്പ്യൂട്ടറിന്റെ പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചിത്രഗുപ്തൻ. ഒളിച്ചു വെച്ചിരിക്കുകയാണ് അയാൾ പറഞ്ഞു തരില്ല. സാധാരണയായിട്ട് ചോദിച്ചാൽ ഒന്നും അയാൾ പറയില്ല. ഒരു RTI, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ടിൽ എന്നൊന്ന് ചോദിക്കട്ടെ ചിത്രഗുപ്തനോട്, ഒരു ഗതിയില്ല, മിണ്ടിപ്പോകില്ല അങ്ങവരെ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കെടുതായിട്ടുള്ളൊരു ദുഃഖം വന്നു, ഞാനൊരു ഭക്തയാണ്, ഞാൻ ഭഗവാനിൽ വിശ്വസിച്ചിട്ട് ജീവിച്ച് ഭഗവാനിൽ സമർപ്പിച്ച ദിവസവും ഞാൻ ജീവിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഭഗവാനെ ഇങ്ങനൊരു ഗതി എനിക്ക് വന്നല്ലോ എന്ന് ഹൃദയപൂർവ്വം നമ്മൾ വിളിച്ചു നോക്കൂ. ആ കോമ്പ്യൂട്ടർ തുറക്കും. ആ കോമ്പ്യൂട്ടർ തുറന്ന് അതിൽ നിന്ന് നമ്മൾ ഏതൊരു ഫലത്തെയാണോ വേണ്ട എന്നവിടെ വെച്ചിരിക്കുന്നത് അത് വേണ്ട ഇൻട്രസ്റ്റോടുകൂടി പലിശയോടുകൂടി വരും. എങ്ങനെ? ഭഗവാന്റെ അനുഗ്രഹമായിട്ട്. മകന് ബോധമില്ലാതെ ഈ ആക്സിഡന്റ് കഴിഞ്ഞ് പോയി എന്ന് വിചാരിച്ചു, തിരിച്ചു കിട്ടിയിട്ടോ അപ്പോഴാണ് നമ്മൾ പറയണത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി. ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്നൊന്ന് ചിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫലം കിട്ടിയതിന് കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പറയണു, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കൂ. ഒരിക്കലും ഒരവസരം 24 മണിക്കൂറിൽ 24 നല്ല കാര്യങ്ങൾ ചെയ്യൂ. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനായിട്ട് പഠിക്കൂ. എന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ അത് തന്നെയാണ് അർജുനനോട് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ മനോവ്യാപാരങ്ങൾ, അതിൽ നിന്ന് ഞാൻ എൻ്റെ എനിക്ക് എന്നുള്ളതൊക്കെ പോയി അങ്ങനെ ശുദ്ധീകൃതമായി ആ മനസ്സിൽ പതുക്കെ പതുക്കെ സാത്വിക ബുദ്ധി ഉണരുകയാണ്. ആ സാത്വിക ബുദ്ധി ഉണരും തോറും മനസ്സ് കൂടുതൽ പാകത വന്ന് ഭക്തിയിലേക്കോ ജ്ഞാനത്തിലേക്കോ കടക്കാം. എനിക്ക് കൂടുതൽ വികാര വിവശയായി അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കണ്ണുനീരൊഴുക്കുന്നതും, കണ്ണൻ്റെ പുണ്യ നാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ, അത് കണ്ണീരൊഴിക്കാനും അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. അപ്പോൾ ആ ഭക്തിയിലേക്ക് പോവാണ്. പക്ഷെ ചിത്തമാലിന്യം ഇല്ലാതെ ഭക്തി വന്നാൽ ഭഗവാൻ കാതില് പഞ്ഞിയും വെച്ച് അവിടെ ഇരിക്കും. അദ്ദേഹത്തിന് കേൾക്കണ്ട അത് ചിത്തമാലിന്യങ്ങളെ. അപ്പോൾ കർമ്മം ചെയ്യാതെ നിങ്ങൾ ഭക്തിയിലേക്ക് കടക്കരുത്. സേവനത്തിൽ കൂടിയും ത്യാഗത്തിൽ കൂടിയും ഫലേച്ഛയില്ലാതെയും ധാരാളം നല്ല കർമ്മങ്ങൾ ചെയ്ത് കൂടെ ഭഗവാനെയും വിളിക്കുക. ഞാനൊരു ഭക്തനെ, എനിക്ക് സോഷ്യൽ സർവീസ് ഒന്നും വേണ്ട, എനിക്ക് കണ്ടു പോകാൻ പറയൂ, ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. അതിനാണ് നമ്മുടെ പാക്കനാരുടെ കഥ അല്ലേ. അഗ്നിഹോത്രി ഇരുന്ന് പൂരം ചെയ്തു, പാക്കനാരിരുന്ന് കുഴി കുത്തി എന്നൊക്കെ നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ഭഗവാനെ സമസ്ത ജഗത്തിലും കാണാൻ പഠിക്കുക. തൂണിലും തുരുമ്പിലും പ്രഹ്ലാദൻ പറയണ മാതിരി എല്ലാത്തിലും ഭഗവാനെ കാണാനായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു വരുമ്പോൾ എന്തായി? ഞാനെന്നോ എൻ്റേതെന്നോ വേറെ എന്നുള്ള വിചാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുകയില്ല. അങ്ങനെ പരിശുദ്ധമായ തീർന്നിരിക്കുന്ന ആ മനസ്സ് പിന്നെ അത് ഭക്തിയിലേക്ക് പൊക്കോട്ടെ. ആ ഭക്തിയുടെ ഓരോരോ സ്റ്റേജിലേക്കൂടെ ബസ്സിൽ കയറി കയറി വരും തോറും അവസാനം ആ ഭക്തന് സായുജ്യം പോലും വേണ്ട. എനിക്ക് യാതൊന്നും ആവശ്യമില്ല. ഭഗവാൻ ചോദിക്കുക അത് വേണോ ഇത് വേണോ, കുചേലൻ്റെ ഒക്കെ കഥ നമ്മൾ കേൾക്കുന്നത്, ഒന്നും വേണ്ട, എനിക്ക് ഭഗവാനിലുള്ള ആ ഭക്തി മാത്രമേ വേണ്ടൂ. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്റെ ഗുണഗണങ്ങളെ പറ്റി പലയിടത്തും നമ്മളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇല്ലേ. ഭഗവാൻ പ്രത്യേകിച്ചും ഭഗവത്ഗീതയിലൊക്കെ ധാരാളം പറഞ്ഞ് തരുന്നുണ്ട് നമുക്ക്. അതുകൂടാതെ ഇതിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മലയാളം രസമായിട്ടുള്ള ആ ഭാഷയിൽ നമ്മുടെ ഭാഗവതത്തിൻ്റെ
എൻ കഥാസുധയിൽ ശ്രദ്ധ സദാ മദനുകീർത്തനം മൽപൂജാനിഷ്ഠയും പുണ്യസ്തോത്ര പാഠങ്ങളും തഥാ മൽസേവാദരവും വീണുകൂപ്പലും നിഖിലത്തിലും മൽബുദ്ധി സദ്വോത്കൃഷ്ടം മദ്ഭക്തർത്താൻ പരിചര്യയും മത്പൂജനാർത്ഥം യത്നം മദ്ഗുണങ്ങളെ വാഴ്ത്തലും എന്നിൽ ആത്മാർപ്പണം ചെയ്യൽ സർവകാമവിവർജനം. കാമങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ അത് ഭക്തിയല്ല, അതൊക്കെ തന്നെ വിട്ടുപോകും. യാഗം, ദാനം, ജപം, ഹോമം, തപസ്സെന്നിവയൊക്കെയും മദർത്ഥം ധനഭോഗാദിവാഞ്ച എന്നേ നടത്തലും. അതിന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ശീലിച്ചെല്ലാം എന്നിൽ അർപ്പിക്കുന്ന മർത്യനു വന്നിടും ശ്രേഷ്ഠം മദ്ഭക്തി. മറ്റൊന്നും പിന്നെ കാക്ഷിക്കയില്ലവൻ. അവനൊന്നും ആവശ്യമില്ല. പിന്നെ ഭഗവാന്റെ പാട്ടും പാടി ഭഗവാനെ ചിന്തിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുക വേണ്ടു. അതിനാണ് ഋഷഭദേവൻ്റെയൊക്കെ നമ്മളെ കഥകളിങ്ങനെ കേൾക്കുന്നത്. മനസ്സെന്നിൽ സമർപ്പിക്കേ സത്വശുദ്ധി വളർന്നിടും ഉണ്ടാം തഥാ ശാന്തി ധർമ്മം ജ്ഞാനം ഭൂതി വിരക്തിയും. അപ്പോൾ ഭക്തിയിൽ കൂടി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ എല്ലാത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ലക്ഷണങ്ങൾ നമുക്ക് ആ ഭക്തനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്വിച്ച് ബോർഡിലുണ്ടായിരുന്നത് കുറച്ച് ലൈറ്റായിട്ടുള്ള ഊർജ ഇതൊക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചു. പിന്നെ ഈ ഇതിലൊക്കെ കടക്കണം എന്നുണ്ടെങ്കിൽ ആ രാജയോഗത്തിൻ്റെതായിട്ടുള്ള അറിയാം, നമുക്ക് അഷ്ടാംഗയോഗത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാനും ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള പരിപാടികളിൽ കൂടി യമനിയമാദികളെയൊക്കെ ആചരിച്ചുകൊണ്ട് മനസ്സിനെ ഒന്നും കൂടി ശുദ്ധിപ്പെടുത്തി കർമ്മയോഗത്തിൽ ശുദ്ധി സമ്പാദിച്ചതിനെ കൂടുതൽ നമ്മൾ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും രാജയോഗത്തിൽ കൂടി. അങ്ങനെ കടന്ന് ഭക്തിയിൽ കൂടി വന്നപ്പോൾ എന്തായി, ഭഗവാന് ഭക്തന്മാരോട് വാസ്തവത്തിൽ കൂടുതൽ പ്രിയം എന്ന് എല്ലാ മദ്ഭക്ത എന്ന് എത്ര പ്രാവശ്യമാണ് നമ്മൾ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലൊക്കെ കാണുന്നത് അല്ലേ. നമേ ഭക്ത പ്രണശ്യതി, എത്ര ദിക്കിലാണ് ഭഗവാൻ അത്. ആ ഒരൊറ്റതേ വേണ്ടൂ, ഞാൻ ഭഗവാന്റെ ഭക്തനാണോ എന്ന് സ്വയം തന്നെ ഒന്ന് അങ്ങോട്ട് ചിന്തിച്ച് ഈ പരിപാടികളെയൊക്കെ കടന്നാണോ ഞാൻ പോയിക്കുന്നത്, എൻ്റെ മനസ്സിൽ സ്വാർത്ഥ ചിന്തകളുണ്ടോ, എനിക്ക് പേരിനും പെരുമയ്ക്കൊക്കെ വേണ്ടിയാണോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് എന്നൊക്കെ തന്നെത്താനൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഭഗവാന്റേത് തന്നെ വരും അനുഗ്രഹം. അഹം ഭക്തപരാധീനോ അല്ലേ, ആരുടെ അടുത്താ പറയുന്നത്? അത് സാക്ഷാൽ അംബരീഷ മഹർഷിയുടെ ആ സുദർശനം വന്ന് ദുർവാസാവിൻ്റെ പിന്നാലെ ഓടി വന്ന് ഒരാളെയും കിട്ടണില്ല, ഒരാളും സഹായിക്കാനില്ല. ബ്രഹ്മദേവൻ പറഞ്ഞു, അയ്യോ എൻ്റെ സുപ്പീരിയറാണ്, ഞാൻ വിചാരിച്ച നിവൃത്തിയൊന്നുമില്ല. ശിവൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യില്ല, പൊക്കോളും അങ്ങോട്ട്. അപ്പോൾ വൈകുണ്ഠത്തിലെത്തിയപ്പം ഭഗവാൻ എന്താ പറയണേ, അഹം ഭക്തപരാധീന. ഞാൻ വിചാരിച്ചാൽ ഒരു കാര്യവും ഇല്ല. ഇത് വായിക്കപ്പോൾ എനിക്ക് തോന്നി, ഒരിക്കൽ ശ്രീശാരദാദേവിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയ സംഭവമാണ് എനിക്ക് തോന്നിയത്. സാക്ഷാൽ ഭഗവാന് എപ്പോഴും അമ്മയാണ് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക. അമ്മ ഭക്ഷണം കൊടുത്താലേ ഭഗവാൻ ഇഷ്ടമുള്ളൂ, വേറെ ആരുടെ കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല. ശാരദാദേവി എന്നെ പാകം ചെയ്ത് ഒക്കെ കൊണ്ടാക്കി ആ സമയത്ത് അവിടെ കൊണ്ടു കൊടുക്കുക പതിവ്. അപ്പോൾ ഒത്തിരി ചാരിത്ര ശുദ്ധിയില്ലാത്ത ഒരമ്മ വന്നിട്ട് ഒരിക്കൽ അമ്മ കൊണ്ടുപോകുന്ന ഭക്ഷണം തട്ട്, അമ്മ ഇത് എനിക്ക് അമ്മ തരൂ എന്ന് പറഞ്ഞിട്ട് അതെടുത്തുകൊണ്ട് ഭഗവാന്റെ മുമ്പിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൊടാൻ പറ്റണില്ല. ആ ഭക്ഷണം അവിടെ വെച്ചു. എന്നിട്ട് ശാരദയെ വിളിച്ച് പറഞ്ഞു, നീ എന്താ ഈ കാണിച്ചത്? നിനക്കറിഞ്ഞൂടെ മറ്റുള്ളവർ കൊണ്ടുവരുന്ന ശുദ്ധിയില്ലാത്തവർ കൊണ്ടുവരുന്നതായ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറയണേ, ഈ വാക്കുകൾ അതിൻ്റെ ഒരു ആധുനിക വേർഷനിൽ പറയുകയാണ് അമ്മ. എന്നെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരോട് ഇല്ല എന്ന് ഞാൻ പറയില്ല. അഹം ഭക്തപരാധീന. ഞാൻ ഭക്തന്മാർക്ക് അടിമപ്പെട്ടതാണ്, എനിക്ക് യാതൊരു നിവൃത്തിയില്ല. അംബരീഷ പൊക്കോളൂ, തിരിച്ച് അവിടെ ചെന്നോളൂ, തീർച്ചയായും അങ്ങ് അംബരീഷൻ അങ്ങയെ രക്ഷപ്പെടുത്തും എന്ന് പറയാണ്. അപ്പോൾ ആ ഭക്തിയുടെ ആ ഭക്തി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ, നമുക്ക് കുറൂരമ്മയുടെ കഥ അറിയാം, വില്യമംഗലത്തിൻ്റെ കഥ അറിയാം, എത്ര കഥകളിൽ കൂടിയാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഭഗവാൻ ആ ഭക്തന്മാരുടെ സകല കാര്യങ്ങളും ഭഗവാൻ കാത്തുരക്ഷിക്കും.
അതിന് ഗുരുവായൂർ പോകണമെന്നോ അവിടെ ഇതിരിക്കണോ ഒന്നുമല്ല. മനസ്സ്, ശുദ്ധമായിട്ടുള്ള മനസ്സ്, വീണ്ടും വീണ്ടും കർമ്മയോഗത്തിൽ കൂടി, നിഷ്കാമകർമ്മത്തിൽ കൂടി, യജ്ഞത്തിൽ കൂടി, തപസ്സിൽ കൂടി ശുദ്ധമായിരിക്കുന്ന മനസ്സിനെ ഭഗവാന്, അതാണേ നമ്മൾ പറയുക, അതാണ് വെണ്ണ, ശുദ്ധമായിട്ടുള്ള വെണ്ണ ഭഗവാന് കൊടുക്കാമെന്ന് പറയുന്നത് അതാണല്ലോ. ആ വെണ്ണ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും നമ്മളെ കാത്തുരക്ഷിക്കും. അതൊരു വലിയ കോസ്മിക് പവറാണ്. അല്ലാതെ വെറുതെ ഗുരുവായൂരിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണനോ കോട്ടപ്പുറത്തിരിക്കണ ദേവരോ ഉടക്കുന്നതിനോ ആയിട്ടുള്ളതല്ല. അതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു, അപ്പോൾ അധികം വോൾട്ടേജ് ഇല്ലാത്ത കർമ്മയോഗത്തിൽ കൂടി കടന്നു, കുറച്ചും കൂടി കൂടുതൽ വോൾട്ടേജുള്ള രാജയോഗത്തിൽ നിന്ന് കുറച്ചുകൂടി ഭക്തിയോഗത്തിലേക്ക് കടന്നു. മനസ്സിന് പ്രസാദമൊക്കെ ഒന്ന് കിട്ടി. ഇനിയുള്ള എൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല നമുക്ക്. എന്താ, ഒറ്റയടിക്ക് എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. ആ ജ്ഞാനയോഗം എന്ന് പറയുന്നുണ്ട്, വേറെ യാതൊന്നിലുമില്ല. വിരക്തി ഉണ്ടോ എന്നാലേ ഈ സ്വിച്ച് നിങ്ങൾക്ക് തൊടാൻ പറ്റുള്ളൂ. ആ വിരക്തിയാകുന്ന കയ്യുറകൾ ഇട്ടാൽ മാത്രമേ ആ ജ്ഞാനയോഗത്തിൻ്റെ സ്വിച്ച് പിടിക്കാനും താഴ്ത്താനും പറ്റുള്ളൂ. എന്തിലുള്ള വിരക്തി? ഈ കാണുന്നതൊന്നും നിത്യമായിട്ടുള്ളതല്ല, ശാശ്വതമായിട്ടുള്ളതല്ല. ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ഭഗവത് സ്വരൂപം മാത്രമേ സത്യമായിട്ടുള്ളതുള്ളൂ. ആ പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് തന്നെ എല്ലാത്തിനെയും നയിക്കുക. അങ്ങനെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ എന്തായി? ഈ ഓരോ ഹോസ്പിറ്റലിലും മറ്റുള്ളൊക്കെ ഇൻസിനറേറ്ററിൽ എന്തുകൊണ്ടെന്നിട്ടാലും നശിപ്പിക്കില്ലേ? അതേമാതിരിയാണ് പവിത്രമിഹ വിദ്യത നഹി ജ്ഞാനേന സദൃശം. ആ ജ്ഞാനമാകുന്ന സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ പിന്നെ ഒന്നിനും അവിടെ സ്ഥാനമേ ഇല്ല. എല്ലാം തന്നെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അവിടെ കാമങ്ങൾക്കോ വേറെ അധർമ്മം ഒന്നുമില്ല. എല്ലാത്തിനെയും കത്തി നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഏതാണ്? അഹം ബ്രഹ്മോസ്മി എന്നുള്ള ആ ഭാവം വന്നു കഴിഞ്ഞു, ഭഗവാനാണ് സർവസ്വം എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞു എന്നുവെച്ചാൽ പിന്നെ അവിടെ വേറെ യാതൊരു തരത്തിലുള്ള നമ്മളെ അലട്ടാനായിട്ട് സാധിക്കുകയില്ല. ഈ വൈരാഗ്യം എന്ന് പറയണത് എന്താണെന്ന് ഓർമ്മിപ്പിക്കേണ്ട ഭഗവാൻ ഇതിൽ. പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിലും വിഷയഭോഗത്തിലും പതുക്കെ താല്പര്യമില്ലാതാവുക. അങ്ങനെ ആ സ്വധർമാനുഷ്ഠാനത്തിൽ കൂടി അങ്ങനെ നമ്മൾ ജ്ഞാനയോഗത്തിലേക്ക് കടക്കുക. ജ്ഞാനയോഗം വന്നു കഴിഞ്ഞാൽ വൈരാഗ്യത്താൽ ഇന്ദ്രിയങ്ങളെയും പ്രാണായാമത്താൽ പ്രാണങ്ങളെയും അടക്കി സത്വഗുണപ്രധാനമായ ബുദ്ധി കൊണ്ട് മനസ്സിനെയും അടക്കി മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നശ്രോത്ര ജിഹ്വേ നച പ്രാണ. ആ ഭംഗിയിൽ എഴുതി തന്നിട്ടുണ്ട് ശങ്കരാചാര്യസ്വാമികൾ നിർവാണ ഷഡ്കത്തിൽ. ഓരോന്നായിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ കളയുക. എങ്ങനെയാണ് നമ്മൾ പച്ചക്കറി നന്നാക്ക്, അരി നന്നാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തതിനെയൊക്കെ എടുത്ത് കളയുക. അതേമാതിരി നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് തുറന്നു വെച്ചിട്ട്, ബുദ്ധിയും മനസ്സിനെയും അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് ആവശ്യമില്ലാത്തതിനെയൊക്കെ എടുത്ത് കളഞ്ഞ് ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുക, ചിദാനന്ദരൂപ ശിവോഹം 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 എന്ന് പറ്റുക. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുമുള്ളൊരു വഴി ഭഗവാന്മാർ, നമ്മുടെ ഋഷിമാർ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് സത്സംഗങ്ങളും സദ്ഗുരുക്കന്മാരും. ആ ഗുരുക്കന്മാരുടെ അടുത്ത് വന്നാൽ അവർ നമ്മുടെ ഈ ജീവിതമാകുന്ന തോണിയെ ഈ സംസാര സാഗരത്തിൽ കൂടി ഭംഗിയായിട്ട് അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് എവിടെയാണോ സദ്ഗുരുക്കന്മാരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നത് അവരുടെ അടുത്ത് ഒരു കാരണവശാലും പോകാതിരിക്കരുത്. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇതിൽ ഈ മൂന്നെണ്ണത്തിനെയും, മൂന്നും വാസ്തവത്തിൽ മൂന്നും നമുക്ക് ആവശ്യമാണ്. വിവേകാനന്ദ സ്വാമി പറയും, കർമ്മയോഗ ഓരോ ജീവനിലും ദിവ്യത്വം നിലീനമായിരിക്കുന്നുണ്ട്. ആ ദിവ്യത്വത്തെ ബഹിരാവിഷ്കരിക്കലാണ് ജീവിതധർമ്മം, ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആന്തരികവും ബാഹ്യവുമായ പ്രകൃതിയെ നിയന്ത്രിച്ചു കൊണ്ടുവേണം ഈ ആന്തരികവും ബാഹ്യവുമായ പ്രകൃതിയെ നിയന്ത്രിക്കുക. ബാഹ്യമായ പ്രകൃതിയെ നമുക്ക് യമനിയമം അതൊക്കെ പണ്ടുകൊണ്ടൊക്കെ ചെയ്യാം. ഈ ആന്തരികമായിട്ടുള്ളതിനെ നമുക്ക് നിയന്ത്രിക്കാൻ വലിയ വിഷമമാണ്. അതുകൊണ്ട് അതിനെയും നിയന്ത്രിക്കണം. അപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഭഗവാൻ ചോദിക്കുന്നത് എന്താണ് ജ്ഞാനം എന്ന് ചോദിക്കുമ്പോൾ ജ്ഞാനത്തിനെ പറ്റിയല്ല ഭഗവാൻ പറയുന്നത്. അവിടെ പറയുന്നത് അമാനിത്വം അദംബിത്വം അഹിംസാ ക്ഷാന്തിരാർജവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് 10-20. അതായത് ഈ സ്വഭാവങ്ങളൊക്കെ
ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അജ്ഞാനം പോയി 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 അവിടെ ജ്ഞാനത്തിൻ്റെ പ്രകാശം നിങ്ങൾക്ക് ലഭ്യമാകും. അത് ഇവിടെ തന്നെയുണ്ട്, അത് നിങ്ങളിൽ തന്നെയുണ്ട്, അത് നിങ്ങളുടെ സ്വഭാവമാണ്, സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ അറിവ് വന്നു കഴിഞ്ഞാൽ സർവതപ്പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം എന്നുള്ള മാതിരി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശാവാസ്യമിതം സർവം എന്ന് നമ്മുടെ ഋഷികൾ പാടിത്തന്നിരിക്കുന്നതായ അങ്ങനെയുള്ളൊരു അനുഭൂതിയിലേക്ക് നമുക്ക് ഉയരാനായിട്ട് കഴിയും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കർമ്മയോഗം കൊണ്ടോ ജ്ഞാനയോഗം കൊണ്ടോ ധ്യാനയോഗം കൊണ്ടോ ഭക്തിയോഗം കൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മളിത് സാധിക്കണം. അത് എല്ലാം ഒന്നിൽ കൂടി മാത്രം വേണമെന്നില്ല. എല്ലാത്തിനെയും കൂടിച്ചേർത്തുകൊണ്ടോ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ ജന്മാന്തര വാസകൾക്കനുസരിച്ച് അതിനെ നമ്മൾ പതുക്കെ പതുക്കെ ചിത്തമാലിന്യത്തിനെ മാറ്റി ഭക്തിയെ വളർത്തിക്കൊണ്ടുവന്ന് സത്വത്തിനെ വളർത്തി പതുക്കെ പതുക്കെ ആ മെയിൻ സ്വിച്ച്, ആ വലിയ വോൾട്ടേജ് എടുക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരിശുദ്ധമായി തീരും എന്ന് ഭഗവാൻ പല ദിക്കിലും എടുത്തു പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്നുണ്ട് ഇനിയുള്ള അധ്യായങ്ങളിൽ. എന്നാൽ ഈ അധ്യായത്തിൽ ഈ മൂന്നിനെയും സംഗ്രഹിച്ചുകൊണ്ട് ഉദ്ധവന് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഉദ്ധവനെ കാരണക്കാരനാക്കി നമുക്കെല്ലാവർക്കും വേണ്ടി ഭഗവാൻ ഈ മനോഹരമായിരിക്കുന്ന ഈ ഒരു പ്രബന്ധത്തെ നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. എല്ലാവർക്കും ചെയ്യാവുന്നതായിട്ടുള്ളതാണ് ഇവര്. അപ്പോൾ ഈ നമ്മളുടെ ഈ നാലുകെട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ള സ്വിച്ചസൊക്കെ അവിടെയുണ്ട്, ഒന്നിൻ്റെയും കുറവില്ല. അപ്പം പിന്നെ അതിനെക്കുട്ടി കൂടുതൽ ധ്യാനിച്ചു നോക്കി. അപ്പം എന്താ നമുക്ക് സ്വിച്ച് ഇടാൻ പറ്റാത്ത ഒരു തെറ്റുണ്ട്. ഈ നാലുകെട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണില്ല. എന്താ ആ കവാടത്തിൽ എഴുതി വെച്ചേക്കണേ? ഇതം നമമ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സന്ദേശം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നോളൂ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ ഗൃഹത്തിലുണ്ട്, സകല ഒന്നിൻ്റെയും കുറവ് വരില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കണം, തേന തെക്തേന ഭുഞ്ചീത ഇതം മമ, ഇതൊന്നും എൻ്റെ അല്ല. അങ്ങനെയുള്ളൊരു മനസ്ഥിതി നമുക്ക് വരാൻ സാധിച്ചാൽ കർമ്മയോഗിയുമാവാം, നമുക്ക് ജ്ഞാനയോഗിയുമാകാം, ധ്യാനയോഗവും എല്ലാം നമ്മളിൽ സമ്മിളിതമായി തീരും. നമ്മളിലുള്ള എല്ലാ മനഃശാഞ്ചല്യങ്ങളും എല്ലാം പോയി നമുക്ക് അതിന് ഇനിയിപ്പോൾ ഭഗവാനെ ഗുരുവായൂരപ്പനായിട്ട് കാണൂ, വേറെ എന്തെങ്കിലും, അതല്ല. മനസ്സിൻ്റെ പ്രസാദം, മനസ്സിൽ ഒരു തരത്തിലുള്ള അല്ലലുകളുമില്ല, ഒരു തരത്തിലുള്ള വിഷമങ്ങളുമില്ല, സദാ ശാന്തിയും സമാധാനം. നമുക്ക് ആരോടും ഒരു വിരോധമില്ല, ആരോടും ഒരു ആവലാതിയില്ല, ആരിൽ നിന്നും എന്തെങ്കിലും വേണം എന്നുള്ളൊരു ആഗ്രഹമില്ല. എൻ്റെ കയ്യിലുള്ളതെല്ലാം നമസ്തേ നിങ്ങൾക്ക് എല്ലാവർക്കുമായി തന്നിരിക്കുന്നു എന്ന് സദാ മനസ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള അമ്മമാരായിരുന്നു നമ്മുടെ കുടുംബിനികൾ. സത്യത്തിനെ വീടുകളിൽ പ്രതിഷ്ഠിക്കാൻ ഏറ്റവും പറ്റിയ പ്രതിഷ്ഠാ സാധനം നമ്മുടെ അമ്മമാരാണ്. ആ അമ്മമാരെ തൊട്ട് പറയാവുന്ന സത്യം ഇന്ന് ലോകത്തില് അമ്മമാർ തന്നെയുള്ളൂ. ഇതെൻ്റെ മകനാണെന്ന് അമ്മ പറയുമ്പോൾ നമ്മുടെ മകൻ തന്നെയാണ്, അല്ലേ? സത്യം അത് DNA കൂടെ നോക്കിയാലും ശരി, RNA കൂടെ നോക്കിയാലും ശരി, ആർക്കും പ്രൂവ് ചെയ്യാവുന്നതായിട്ടുള്ള സത്യം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹിന്ദു സമുദായത്തിൽ നിന്ന് വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുർഗതി, നമ്മൾ അമ്മമാരെ വേണ്ട മാതിരി കൈകാര്യം ചെയ്യുന്നില്ല. കൈകാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ മാതൃദേവോ ഭവ എന്നുള്ള ആ മഹത്തായ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അമ്മമാർക്ക് വീടുകളിൽ സ്ഥാനം കൊടുക്കണം. അവരെ ശ്രീമാതാവായിട്ട് കണ്ടുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ ദേവകാര്യ സമുദ്യതയാണ് എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ പഠിക്കണം. അമ്മമാര് അതിന് അർഹതയുള്ളവരായി തീരണം. അവരുടെ ജീവിതത്തിലും യജ്ഞം, തപസ്, സത്യം, ധർമ്മം ഇതിനെല്ലാം സ്ഥാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതൊന്നും മറ്റുള്ള സംസ്കാരങ്ങളുടെ കയ്യിലില്ലാത്ത മുതലുകളാണ്. ഭാരതീയരായ ഹൈന്ദവരായ നമ്മളുടെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. നമ്മളത് ഉപയോഗപ്പെടുത്തി അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ലോകം നമ്മളെ പഴിക്കും എന്നുള്ള സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സത്രങ്ങളിലും ഈ നമ്മളെല്ലാവരുമുള്ള ഈ കൂട്ടായ്മയിൽ കൂടി എന്തെങ്കിലുമൊക്കെ നമുക്ക് നിശ്ചയിക്കാം. യജ്ഞം നടക്കുന്ന സമയത്ത് ഞാൻ പലതിക്കലും പറയും, പഞ്ചയജ്ഞങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. കുടുംബജീവിതത്തിൻ്റെ ഈശ്വരനെ പറ്റി ചിന്തിക്കൽ, ഋഷിവാക്യങ്ങളെ പറ്റി പഠിക്കൽ,
കാക്കകൾക്ക് ചോറ് കൊടുക്കൽ, ഗണപതി ഹോമം മാതിരിയുള്ളത്, ആദ്യം തീ കത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെ ഈ പഞ്ചമഹായജ്ഞങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ എന്തായി, ഈ നമ്മളുടെ ഈ 4 തൂണുകളും ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ തൂണുകളുടെ ശക്തി അതിലേക്ക് ആർജിച്ചെടുക്കും. അങ്ങനെ സത്യം, ധർമ്മം, ജ്ഞാനം, യജ്ഞം, തപസ് അതിനെയെല്ലാം വേണ്ടമാതിരി പരിപോഷപ്പെടുത്തി ഭാരതീയ ധർമ്മത്തിനെ വീണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ജഗദ്ഗുരുവായി ഭാരതത്തിനെ കാണിക്കാനായിട്ട്, ഉയർത്തിപ്പിടിക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും എളിയ ജീവിതത്തിൽ കൂടി നമുക്ക് പ്രയത്നിക്കാൻ കഴിയുമാറാകണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഭഗവാനായിട്ട് സമർപ്പിക്കുന്നു. നമസ്കാരം.